ഒന്ന് മാതൃഭാഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു മാതൃമുണ്ട്, ഭാഷയുണ്ട്. ഭാഷ എന്ന് പറയുന്ന സാധനം എന്താണ്? മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെയല്ല ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാരണം ഭാഷ നമുക്ക് പുറത്തുള്ളൊരു വസ്തുവല്ല, ഓബ്ജക്റ്റ് അല്ല, നമ്മൾ തന്നെയാണത്. അതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു സ്വത്വമില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. സ്വപ്നം കാണുന്ന ആളുടെ സ്വപ്നം പോലുള്ള ഒരു കാര്യം അത്. മറ്റു കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ഇത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ മാറിയെന്ന് പറയാൻ ശ്രമിച്ചാലും ആ പറച്ചിലൊക്കെ ഈ ഭാഷയുണ്ട്. അതുകൊണ്ട് ഭാഷ എന്താണ് ചെറിയ സമയത്തിനുള്ളിൽ ചെറുതായി പറയാൻ ശ്രമിക്കാം. ഒന്ന്, ഭാഷ ജന്മസിദ്ധമാണ്. ഇപ്പോൾ ചോംസ്കി എന്നൊക്കെ പേരൊക്കെ പറഞ്ഞുള്ളൂ. ചോംസ്കിന്റെ ഒക്കെ പേരിൽ കേരളത്തിലൊക്കെ മനസ്സിലാക്കപ്പെടുന്നത് ഭാഷ ജന്മസിദ്ധമാണ് എന്നുള്ളൊരു സംഗതിയാണ്. എന്ന് നമ്മൾ കരുതുമ്പോൾ ജന്മസിദ്ധി എന്ന് നമ്മൾ കരുതിയ ഇപ്പോൾ മൃഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മൾ ജന്മസിദ്ധി സങ്കല്പങ്ങൾ രൂപീകരിക്കുന്നത്. ഒരു ജനിച്ചു വീണ ഒരു പശുക്കുട്ടി കുറച്ച് കഴിയുമ്പോൾ നടന്നു പോകുന്നു അല്ലേ, വെള്ളത്തിൽ നീന്താൻ കഴിയുന്ന ജീവികൾ നീന്താൻ പഠിക്കുന്നു എന്നൊക്കെയുള്ള മട്ടിലാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയാണോ ഭാഷ? ജനിച്ചു വീണ ഒരു കുട്ടിയെ നിങ്ങളൊരു മുറിയിലിട്ട് അടച്ചുപൂട്ടി അതിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭാഷ കൊടുക്കുന്നില്ല, ബാക്കിയൊക്കെ കൊടുത്താലും ആ ഒരു കുട്ടി ഒരു ഭാഷയും സംസാരിക്കില്ല. ആ കുട്ടിയോടൊപ്പം അനേകം കുട്ടികളൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടികളെല്ലാം ചേർന്നാൽ ഒരു ഭാഷയും രൂപപ്പെടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ഭാഷ അടിസ്ഥാനപരമായി സാമൂഹ്യമാണെന്നുള്ളതാണ്. ഒരു വ്യക്തി, ഒരു പശുക്കുട്ടി നടന്നു പോകുന്ന പോലെ നടന്നു പോകുന്ന ഒരു പ്രക്രിയയല്ല, ഒരു ഭാഷാപരമായ സാഹചര്യത്തിന്റെ അകത്തേക്ക് എത്തിപ്പെട്ടാൽ മാത്രം സ്വായത്തമാക്കാനുള്ള കോമ്പിറ്റൻസ് എന്ന് അർത്ഥമുള്ളൂ. ഭാഷാസിദ്ധി എന്ന് പറഞ്ഞ അർത്ഥം അത് സ്വാംശീകരിക്കാനുള്ള കോമ്പിറ്റൻസും അത് വീണ്ടും പുനരുത്പാദിപ്പിക്കാനും തന്റെ രീതിയിൽ പലതരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷി എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായി ഭാഷ സാമൂഹ്യമാണ്. ഈ സാമൂഹ്യമാണെന്ന് പറയുമ്പോൾ മറ്റൊരു തലവും കൂടിയുണ്ട്. നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന ആളുകൾ മുഴുവൻ ആലോചിച്ചിട്ട് 5 മിനിറ്റിനുള്ള ഒരു ഭാഷയൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ ഭാഷ നേരത്തെ ഉള്ളതാണ്. നേരത്തെ ഉള്ളൊരു ഭാഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ ഇന്ന് നിൽക്കുന്ന ഭാഷകളെല്ലാം വളരെ ചരിത്രമുള്ള ഭാഷകളാണ്. അതുകൊണ്ട് ഭാഷ ചരിത്രപരം കൂടിയാണ്, സാമൂഹ്യമാണ്, ചരിത്രപരമാണ്. നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മൂന്നാമത്തെ കാര്യം, ഭാഷ എന്ന് പറയുന്നത് സൗന്ദര്യാത്മകം കൂടിയാണ്. ഒരുപക്ഷെ ശാസ്ത്രീയ പരിഷത്ത് എത്തേണ്ട അടുത്ത ഘട്ടം ഞാൻ കരുതുന്നത് ഭാഷാ സാംസ്കാരിക പ്രവർത്തകർ മുഴുവൻ ധരിക്കേണ്ട സയൻസിനെ സ്വാംശീകരിക്കലാണ്. അതുപോലെ പരിഷത്തിനെ പോലുള്ള സംഘടന മനസ്സിലാക്കേണ്ടത് ഈ ആനുഭൂതികവും സൗന്ദര്യാത്മകവുമായൊരു തലം ഭാഷക്കുണ്ടെന്നുള്ളതാണ്. എത്ര ഇംഗ്ലീഷ് മീഡിയം കേരളത്തിലാണ് പറയുന്നത്, അല്ലെങ്കിൽ മാതൃഭാഷ മലയാളമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പിന്നെ അവിടെ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കുന്ന ഹെഡ്മാസ്റ്ററുടെ തലയിൽ പെട്ടെന്ന് തേങ്ങ വീണാൽ അയാൾ കരയുന്നത് ഓ മൈ ഗോഡ് എന്നല്ല അയ്യോ എന്ന് പറഞ്ഞാൽ കരയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഭാവപരമായ മണ്ഡലം നിൽക്കുന്ന അതിൻ്റെ അകത്താണെന്നുള്ളത്. നമ്മൾ ദേഷ്യം പിടിച്ചാൽ തെറി പറയുന്നത് നാട്ടുഭാഷയിൽ അത്രയും പ്രകോപിപ്പിക്കണം. ആദ്യം ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കും, എന്നിട്ടും പ്രകോപിപ്പിച്ചാൽ മലയാളത്തിൽ പറയും. കാരണം ഇംഗ്ലീഷും കൂടി എനിക്ക് അറിയാമെന്നുള്ള അധികാരം കൂടി ആദ്യം കാണിക്കാൻ ശ്രമിക്കും. ഓ മൈ ഗോഡ് എന്ന് പറയുന്നത് ദൈവമേ എനിക്ക് ഇംഗ്ലീഷും കൂടി അറിയാമെന്ന് കുറച്ചുകൂടി നല്ല സ്ഥാനം തരണമെന്നാണ്. അതും കിട്ടിയില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ദേഷ്യം വന്നാൽ, ഏറ്റവും കൂടുതൽ പ്രേമം വന്നാൽ, കാമം വന്നാൽ ഉപയോഗിക്കുന്ന ഭാഷ നാട്ടുഭാഷയാണ്. എല്ലാവർക്കും അറിയാം, നമ്മളാരും പറയില്ല എന്ന് മാത്രം. അപ്പോൾ അതിനെ ഭാവമണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന സംഗതി അതാണ്. അപ്പോൾ ചരിത്രപരമാണ്, സൗന്ദര്യാത്മകമാണ്, അത് സാമൂഹ്യമാണ്. ഈ കാര്യമാണ് അറിയേണ്ടത്. ഈ ബന്ധം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തോട് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു സ്വഭാഷയും അപരഭാഷയും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലെ ആദിവാസികൾക്ക് ഈ ബന്ധം അവരുടെ ഭാഷയോടാണുള്ളത്. കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് കന്നഡയും തമിഴും മാതൃഭാഷയാണ്, അവരുടെ ഭാഷയാണ് മാതൃഭാഷ. അല്ലാണ്ട് കേരളം സമം മലയാളം എന്നർത്ഥമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഭാഷ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പം 5ാം ക്ലാസ് മുതൽ തന്നെ മലയാളമോ അറബിയോ സംസ്കൃതമോ അല്ലേ അങ്ങനെയൊക്കെ ഈ തിരഞ്ഞെടുക്കാനുള്ള. പക്ഷെ പെറ്റുവീണ ഒരു കുട്ടിയോട്, ഞാൻ അതിൽ പിന്നീട് വിമർശിക്കാം, പക്ഷെ പെറ്റുവീണ കുട്ടിയോട് അമ്മയെ തിരഞ്ഞെടുക്കാൻ, നേഴ്സുമാരുടെ കൂട്ടത്തിൽ നിന്ന് അമ്മയെ തിരഞ്ഞെടുക്കാൻ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. കാരണം ഇവരുടെ അടിസ്ഥാനപരമായ അന്തർലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഭാഷയ്ക്ക് പകരം മറ്റനേകം ഭാഷകൾ വെച്ചിട്ട് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാമെന്ന് പറയുന്ന ഈ അസംബന്ധമാണ് കേരള വിദ്യാഭ്യാസത്തിലെ ഒന്നാമത്തെ അസംബന്ധം. അത് 5ാം ക്ലാസ്സിൽ തുടങ്ങുന്നു അസംബന്ധം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ അസംബന്ധം സ്ക്വയറാണ്, BA എത്തിക്കഴിഞ്ഞാൽ അസംബന്ധം ക്യൂബാണ്, അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ അടിസ്ഥാനമാണ് ആദ്യം തിരുത്തേണ്ടത്. തിരഞ്ഞെടുക്കാവുന്ന ഒരു സാധനമല്ല. കാരണം തിരഞ്ഞെടുക്കുന്ന ആൾ തന്നെ അതിന്റെ ഭാഗമാണ്. പിന്നെ നിങ്ങളെങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ആ തെരഞ്ഞെടുപ്പിലൊക്കെ തെറ്റിയുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഭാഷാ തരത്തിൽ ജനാധിപത്യപരമായി ആലോചിക്കുന്ന ആളുകൾ പറയും, മാതൃഭാഷയ്ക്ക് വേണ്ടി പറയുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് മാതൃഭാഷയോടൊപ്പം മറ്റു ഭാഷകൾ കൂട്ടിച്ചേർക്കണമെന്നാണ്.
ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം, പറ്റുന്നിടത്തോളം ഭാഷകൾ പഠിക്കണം. പക്ഷേ അന്യഭാഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയുന്ന മാതൃഭാഷ കുറച്ചുകൊണ്ട് മാത്രമേ അന്യഭാഷ പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഇതിലേതാ ജനാധിപത്യം? മാതൃഭാഷയോടൊപ്പം ഇതര ഭാഷകൾ കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്ന അതാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്ന ത്രിഭാഷാ പദ്ധതി. അതാണ് ഇനി പറ്റുമെങ്കിൽ എത്രയും ഭാഷ പഠിക്കട്ടെ. പക്ഷേ ഇംഗ്ലീഷിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതര ഭാഷകൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മലയാളം കുറച്ചുകൊണ്ട് പഠിക്കരുതെന്നാണ് പറയുന്നത്, ശബ്ദിക്കരുതെന്നാണ് പറയുന്നത്. ഇത് ഏതാ ജനാധിപത്യം? ഈ കൂട്ടലിന്റെ കാഴ്ചപ്പാടാണോ ജനാധിപത്യം? കിഴിക്കലിന്റെ കാഴ്ചപ്പാടാണോ ജനാധിപത്യം? ലളിതമായ ചോദ്യം. ഇതിനൊന്നും വലിയ പാണ്ഡിത്യമോ ഇന്നലെ നമ്മൾ കാംബ്രിഡ്ജിൽ നിന്ന് പുറത്തു വന്ന ഒരാളെ കുറിച്ച് വെച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഇതിന്റെ ഒന്നും ആവശ്യം അന്തർദേശീയമായി ഒന്നും വേണ്ട. വളരെ സാമാന്യമായ യുക്തിയാണ്. കൂട്ടലിൻ്റെതാണോ കിഴിക്കലിൻ്റെതാണോ? കിഴിക്കലിന്റെ യുക്തിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂട്ടലിന്റെ യുക്തിയാണ് നമുക്കുള്ളത്. എന്ന് വെച്ചാൽ മാതൃഭാഷയോടൊപ്പം ഇതര ഭാഷകൾ കൂട്ടിച്ചേർക്കണം. അടുത്ത ഘട്ടം എന്താണ് മാതൃഭാഷ? നമ്മളിപ്പോൾ മാതൃഭാഷ നവംബർ 1 ചിങ്ങം 1 ഇല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മിഞ്ഞപ്പാൽ അങ്ങനെ വലിയ ഒരു ലേബർ റൂമിൽ കിടന്ന അവസ്ഥയാണ്. അപ്പോൾ എന്താ മാതൃഭാഷ? മാതൃഭാഷ എന്ന് പറയുന്ന ആദ്യം ആധുനിക അർത്ഥത്തിൽ നിർവചിക്കുന്നത് നവോത്ഥാന ഘട്ടത്തിലാണ്. നവോത്ഥാന സദസ്സുകൾ നമ്മൾ ഒരുപാട് നടത്തി. ചർച്ച ചെയ്യാത്ത ഒരേ ഒരു വിഷയം ഭാഷയാണ്. ലോക നവോത്ഥാനം ആരംഭിക്കുന്നത് മാതൃഭാഷാ ചർച്ചയിലൂടെയാണ്. ലോക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്നിപ്പോൾ പിതാവൊന്നുമില്ല, മാതൃഭാവും പിതാവും ഒക്കെ പോയല്ലോ അല്ലേ. എന്നാലും നമ്മൾ സാമാന്യമായി പറഞ്ഞു വരുന്ന പിതാവ് എന്ന് പറയുന്ന ദാന്തയാണ് ഡി വൾഗാരിസ് എലക്വൻഷ്യ എന്ന് പറയുന്ന പ്രബന്ധത്തിൽ മാതൃഭാഷയെ സംബന്ധിച്ച് ആധുനിക അർത്ഥത്തിൽ നിർവചിക്കുന്നത്. ഇതൊരു പഴയ പുരാണമല്ല. ആധുനികത നിർവചിക്കപ്പെടുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഈ മാതൃഭാഷയെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. അതിൽ അദ്ദേഹം ചോദിച്ചു, എന്താണ് മാതൃഭാഷ? ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ അല്ലേ, പരസ്യവാക്കിയാണ് ഇപ്പോൾ ധാത്രിമാർ മർത്യന് പെറ്റമ്മ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുക. അദ്ദേഹം അതിന്റെ കടക്കലാണ് കത്തിവെച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഭാഷയിലാണോ ആയമാർ നമ്മോട് സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ. ശ്രദ്ധിക്കേണ്ട കാര്യം അത്. ഇന്ന് കേരളത്തിനെ മുൻകൂട്ടി കണ്ടിട്ട് അദ്ദേഹം അത് പറഞ്ഞത്. കാരണം അച്ഛനമ്മമാർ കുട്ടികളോട് മാതൃഭാഷ സംസാരിക്കുന്നില്ല. ഈ പറഞ്ഞല്ലോ, വളരെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പക്ഷെ അവരെ നിങ്ങൾ വളർത്താൻ ഏൽപ്പിക്കുന്ന ആയമാർ മലയാളം സംസാരിക്കുന്നു. അതുകൊണ്ട് അന്നേ മനസ്സിലാക്കി എത്ര ക്രാന്തദർശിയാണ് കവി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ആയമാർ, അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ രക്തബന്ധത്തിലൂടെ വരുന്ന ഒരു ജനിതക സങ്കല്പമല്ല മാതൃഭാഷ, അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ സങ്കല്പമാണ്. ഇത് നിർണായകമായ വ്യത്യാസമാണ്. ഇതാണ് ശിവസേനയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നവനിർമ്മാണ സേനയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും തമ്മിലുള്ള വ്യത്യാസം. എന്തെന്നാൽ ഭാഷയെ നമ്മൾ സാമൂഹ്യ സിദ്ധിയായിട്ടാണ് കാണുന്നത്, ജനിതക സിദ്ധിയായിട്ടല്ല. ജനിതക സിദ്ധിയായിട്ട് കരുതുന്ന എല്ലാം ആത്യന്തികമായി ഫാസിസത്തിലേക്ക്, വംശീയതയിലേക്ക് ചെന്നെത്തും. സാമൂഹ്യമാണ് മാതൃഭാഷ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇവിടെ ഒരു ബംഗാളി തൊഴിൽ ചെയ്യാൻ വന്നാൽ, ബീഹാറി ഒറീസക്കാരൻ വന്ന് താമസിച്ചാൽ അവന്റെ കുട്ടികൾ നമ്മുടെ കുട്ടികളോടൊപ്പമാണ് വളരുന്നതെങ്കിൽ അവന്റെ മാതൃഭാഷ മലയാളം. ഇതാണ് ഹിമാദ്രി മാജി എന്ന് പറയുന്ന ഒരു ആസാമീസ് കുട്ടി നമ്മുടെ കുട്ടികളൊക്കെ തോൽപ്പിച്ച്, നമ്മൾ മലയാളം പഠിക്കാൻ വിടാത്ത നമ്മുടെ കുട്ടികളെ തോൽപ്പിച്ചിട്ട് ഹിമാദ്രി മാജി കവിതയിൽ 1ാം സ്ഥാനം നേടുന്നു. മലയാള ഐക്യവേദിയുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ആ കുട്ടിയെ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ മലയാളികൾ ആരാണ്? പണ്ട് ക്രിസ്തു ചോദിച്ചതുപോലെ മലയാളികൾ ആരാണെന്ന് ചോദിച്ചാൽ, നല്ല അയൽക്കാരൻ ആരാണെന്ന് ചോദിച്ചല്ലോ. നമ്മുടെ മലയാളമേ തൊടിക്കാത്ത നമ്മുടെ സന്തതികളാണോ നല്ല മലയാളികൾ, അതോ അവരാണ്? ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്. എന്താ വെച്ചാൽ, എന്റെ നാട്ടിൽ വടകര, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഓണപ്പൊട്ടൻ കഴിഞ്ഞ വർഷം ആ വേഷം കെട്ടിയത് ഒരു ബംഗാളി യുവാവാണ്. ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന ഓണത്തിന്റെ എന്ന് വെച്ചാൽ മഹാബലി വിദേശിയായി കഴിഞ്ഞു. അടിസ്ഥാന തൊഴിലുകൾ മുഴുവൻ ചെയ്യുന്ന ആളെ മഹാബലി എന്ന് വിളിച്ചത് അല്ലേ. പാതാളത്തിലാണ് ഈ സാധനം. പാതാള പടവുകൾ കയറി പറയപ്പെട തുള്ളി വരുന്നില്ല. ഈ പറയപ്പെട ബംഗാളി അല്ലെ, ആസാമി, ഒറിയക്കാരൻ, അവൻ ഇന്ന് മലയാളം പറയുന്നു. നമ്മൾ ഭൂദേവന്മാരാണല്ലോ, ആകാശത്താണ് നിൽക്കുന്നത്, കാലിൽ തൊട്ടിട്ടില്ല നിലത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നു. അതുകൊണ്ട് എനിക്ക് ഭാഷ നശിക്കുന്നുള്ള യാതൊരു സങ്കല്പമില്ല. കാരണം അവർ മലയാളം കൊണ്ട് നടക്കും, നമ്മൾ പുറത്താവും. ഇതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് ദാന്തയുടെ കാര്യം ശ്രദ്ധിച്ചോളൂ. ദാന്തെ പറഞ്ഞ കാര്യം അതാണ്. മാതൃഭാഷ എന്ന് പറയുന്നത് ജനിതക സങ്കല്പമല്ല, സാമൂഹ്യ സങ്കല്പമാണ്. ഇതാണ് സാമൂഹ്യ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആൾ കാണേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, എന്താണ് ദേവഭാഷ? എന്താണ് ദേവഭാഷ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചത്. കൃത്രിമമായി, നേരത്തെ ഗണേഷ് പറഞ്ഞ പോലെ കൃത്രിമമായി ഒരു പുരോഹിതൻ, പണ്ഡിതൻ നിങ്ങളെ കുത്തിച്ചീച്ച്, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കുത്തിച്ചീച്ച് പഠിപ്പിക്കുന്ന ഒന്നാണോ ദേവഭാഷ, അതോ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്നതാണോ ദേവഭാഷ? പ്രേമം ഹൃദയത്തിൽ നിന്നാണോ നിങ്ങൾ ദൈവത്തെ കാണുന്നത്, അതോ ബുദ്ധി കൊണ്ടാണോ ദൈവത്തെ കാണുന്നത്? ഇതാ ചോദ്യം. ഹൃദയം കൊണ്ടാണ് ദൈവത്തെ കാണുന്നതെങ്കിൽ ദേവഭാഷ നാട്ടുഭാഷയാണ്, മാതൃഭാഷയാണ്. ബുദ്ധി കൊണ്ടാണ് ദൈവത്തെ കാണുന്നതെങ്കിൽ ഈ പുരോഹിത ഭാഷയാണ്. ലത്തീനല്ല, ഇറ്റാലിയനാണ് ദേവഭാഷ എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെ നമ്മുടെ ഒരു ദാന്തെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരാണ് പൂന്താനം.
പൂന്താനവും മേൽപ്പത്തവും തമ്മിലുള്ള തർക്കമുണ്ടല്ലോ. ഗുരുവായൂരപ്പൻ മധ്യസ്ഥനായി കൊണ്ടൊരു തർക്കം ഓർമ്മയില്ലേ? ഭക്തിയും വിഭക്തിയും എന്നുള്ള ഒരു വെള്ളത്തുള്ള കവിത എഴുതി. കാരണം പൂന്താനത്തിന്റെ കവിത നോക്കാൻ തയ്യാറാകാത്ത മേൽപ്പത്തൂരിനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിന്റെ വിഭക്തിയെക്കാളും എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. കാരണം പാണ്ഡിത്യത്തിലൂടെ നിങ്ങൾ കൃത്രിമമായി കാണുന്ന ദൈവമല്ല, കള്ളകൃഷ്ണനെയാണ് കാണുന്നത്. യശോദ കണ്ട കൃഷ്ണനെ, രാധ കണ്ട കൃഷ്ണനെ കാണണമെങ്കിൽ നാട്ടുഭാഷയിൽ കാണണം. മറ്റത് പാണ്ഡിത്യപരാണ്. ഭഗവാൻ കാലുമാറിയെന്ന അർത്ഥം. ഭഗവാൻ അതുവരെ സംസ്കൃത കേന്ദ്രിതമായ ഒരു മധ്യവർഗം ഇതാ മാതൃഭാഷാ കേന്ദ്രിതമായി മാറിത്തീരുന്നു എന്നുള്ളതിന്റെ ചരിത്രമാണ് ആ ഐതിഹ്യത്തിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് ചരിത്രം, ഞാൻ വിശദാംശങ്ങൾ പോകുന്നില്ല, 20 മിനിറ്റ് എനിക്ക് തന്നത്. നവോത്ഥാനം തുടങ്ങുന്നത് മാതൃഭാഷാ സങ്കല്പത്തിലാണ്. മതനവീകരണ പ്രസ്ഥാനം ലോകത്തിൽ തുടങ്ങുന്നത് മാതൃഭാഷാ പ്രസ്ഥാനത്തിലാണ്. മാർട്ടിൻ ലൂതർ ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുമ്പോഴാണ് സാധാരണ ജർമ്മൻകാരന് ദൈവത്തെ കാണാൻ കഴിഞ്ഞത്. വൈക്ലിഫ് ഇംഗ്ലീഷിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുമ്പോഴാണ് ദൈവം സാധാരണ ഇംഗ്ലീഷുകാരിയുടേതായത്. നമ്മുടെ കൃതികൾ മലയാളത്തിലേക്ക് വരുമ്പോഴാണ്. ഇതാണ് അടിസ്ഥാനം. അതുകൊണ്ട് ലോകത്തിന്റെ ആദ്യത്തെ 2 ഘട്ടങ്ങൾ, ആധുനിക ലോകത്തെ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ തുടക്കം മാതൃഭാഷാ മുദ്രാവാക്യമാണ്, മതനവീകരണത്തിന്റെ തുടക്കം മാതൃഭാഷാ മുദ്രാവാക്യമാണ്, ആധുനിക പ്രബുദ്ധതയുടെ അല്ലെങ്കിൽ മോഡേണിറ്റി നമ്മൾ പറയുന്നത് ആരംഭിക്കുന്നത് മാതൃഭാഷയിലാണ്. കോണിസ്ബർഗ് സർവകലാശാലയിൽ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചു, ഫിലോസഫി ജർമ്മൻ ഭാഷയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് വാട്ട് ഈസ് എൻലൈറ്റൻമെന്റ് എന്നുള്ള കൃതി എഴുതിയ കാന്റ് തുടങ്ങുന്നത്. ആലോചിച്ച് നോക്കൂ, കാന്റ് ജർമ്മൻ ഭാഷയിലല്ല ലത്തീനിലാണ് തത്വചിന്ത പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഹെഗൽ അതിന്റെ തുടർച്ചയിൽ ലത്തീൻ ഭാഷയിൽ തത്വചിന്ത പഠിപ്പിക്കുമായിരുന്നു. കുഞ്ഞു മാർസ് അല്ലേ, അവരുടെ ശിഷ്യനൊക്കെ ആയിട്ട് വരുന്ന മാർസ് ലത്തീൻ ഭാഷയിൽ തത്വചിന്ത പഠിക്കുമായിരുന്നു. ലത്തീൻ ഭാഷയിൽ തത്വചിന്ത പഠിച്ച മാർസ് ഒരു മ്യൂസിയം പീസായി അവസാനിക്കുമായിരുന്നു. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ പഠിച്ച തത്വചിന്തയാണ് അദ്ദേഹത്തിന്റെ ചിന്തയെ ജനകീയമായ തലത്തിൽ, തിരശ്ചീനമായ തലത്തിൽ ഒരു ജനത്തിന്റെ നേതാവാണ് ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചത്. 1849 മുമ്പ് ഒരിക്കൽ പോലും, അതിനുശേഷം ഒരിക്കലും ജർമ്മനിയിലേക്ക് മാർസ് തിരിച്ചു വരുന്നില്ല. ജീവിതത്തിൽ അറിയുന്ന ആളുകൾക്കറിയാം. ലണ്ടൻ മ്യൂസിയത്തിലിരുന്ന് നോക്കിയ സാധനങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിലാണ്, രേഖകൾ എഴുതി തന്നിട്ടും അദ്ദേഹം തിരിച്ചു പോകില്ല എന്ന് ഉറപ്പുള്ള ജർമ്മൻ ഭാഷയിൽ. എന്താ കാര്യം? ഞാൻ ഇപ്പം സാർവലൗകികത എന്ന് പറയുന്ന വലിയൊരു എനിക്ക് മറ്റൊരു സന്ദർഭമുണ്ടെങ്കിൽ ഞാൻ പറയാം. സാർവലൗകികത എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സ്വകാര്യതയാണ്. നമ്മൾ സാർവലൗകികത എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സ്വകാര്യത. ഞാൻ പറഞ്ഞു വരാം അതിന്റെ കണക്കിൽ. പിന്നെ ഇപ്പം ശാസ്ത്രജ്ഞരുടെ ഡാറ്റയുടെ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഡാറ്റാപരമായി പറയാം. അതായത് യൂറോപ്പും അമേരിക്കയും ചേർന്നാൽ ജനസംഖ്യ 102 കോടിയാണ്. 70 കോടി യൂറോപ്പ്, 32 കോടി അമേരിക്ക, 125 കോടിയാണ് ഇന്ത്യൻ ജനത. ഈ ഇന്ത്യൻ ജനത അതിനെ പേടിക്കുന്നത്. ആലോചിക്കണം. അതിൽ തന്നെ യൂറോപ്പിൽ പശ്ചിമ യൂറോപ്പും അമേരിക്കയും ചേർന്നാലാണോ സാക്ഷാൽ നമ്മൾ ഈ പറയുന്ന യൂറോ കേന്ദ്രിതം. അപ്പോ 600 ചില്ലാനം കോടി വരുന്ന ലോക ജനതയാണ് ഈ 50-60 കോടിയുള്ള ആളുകളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിന്റെ യുക്തിയാണ്, പ്രത്യയശാസ്ത്രത്തെയാണ് അവർ സാർവലൗകികത എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാദേശികത, ഇപ്പൊ പരിഷത്തൊക്കെ മുന്നോട്ട് വെക്കാറ്, അല്ലെ പണ്ട് തൊട്ട് മുന്നോട്ട് വെച്ചിരുന്ന പ്രാദേശികതയിൽ തുടങ്ങണം, വിദ്യാഭ്യാസം ഇന്ദ്രിയാനുഭവങ്ങളിൽ തുടങ്ങണം എന്ന് പറഞ്ഞ അർത്ഥം വേറെ തലത്തിലേക്ക് എന്റെ ചർച്ച പോകുന്നു. യൂണിവേഴ്സൽസിനെ, മാർസ് ക്യാപിറ്റൽ തുടങ്ങുന്ന യൂണിവേഴ്സൽസിനെ ആക്രമിച്ചുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. മാർസിന്റെ ക്യാപിറ്റലിന്റെ തുടക്കം യൂണിവേഴ്സൽസിനെ ആക്രമണം. എന്താണ് യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ ഒരാട് അല്ലേ, ആട് എന്ന് പറയുന്ന പഴയ ATM, എപ്പോഴും പോയി കറക്കാവുന്ന സാധനമാണല്ലോ ആട് അല്ലേ. പണ്ടത്തെ ATM ഒരു അതിഥി വന്നാൽ അപ്പൊ പോയി കറക്കാം. പശുവിന് അങ്ങനെ പറ്റില്ല. അപ്പൊ പണ്ട് ATM ഉണ്ടായി. അതുകൊണ്ടാണ് ആട് ജീവിതവും പാത്തുമ്മയുടെ ആടൊക്കെ ബഷീറിന് കൊണ്ടുനടക്കാൻ കഴിഞ്ഞതുകൊണ്ട്. അദ്ദേഹം പശുവിനെ കുറിച്ചല്ല പറഞ്ഞത്, ആടിനെ കുറിച്ചാണ്. നമ്മുടെ ഏറ്റവും ജനാധിപത്യവാദിയായ എഴുത്തുകാരൻ. അപ്പോ ആ ആട് 10 ആടുകൾക്ക് കിട്ടുന്ന പാല് പശുവിന് കിട്ടുമ്പോൾ നമ്മൾ പറയും 10 ആട് സമം ഒരു പശു അല്ലേ. ആ 10 സാധാരണ നാടൻ പശുക്കൾക്ക് കിട്ടുന്ന പാല് ഒരു സിന്ധി പശുവിന് കിട്ടുമ്പോൾ നമ്മൾ പറയും 10 നാടൻ പശു സമം ഒരു സിന്ധി പശു. മാത്തമാറ്റിക്കലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 100 ആട് സമം ഒരു സിന്ധി പശു അല്ലേ, ഒരു ജേഴ്സി പശു. ഇങ്ങനെയാണ് സാർവലൗകികത പോകുന്നത്, മാത്തമാറ്റിക്സ് പോകുന്നത്, ഇക്കണോമിക്സ് പോകുന്നത്. കാരണം പദാർത്ഥങ്ങളുടെ വിവിധ ഗുണങ്ങളിൽ അതിലെ വിനിമയ മൂല്യമുള്ള ഗുണത്തെ മാത്രം പദാർത്ഥമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയും ആ ഘടകത്തെ മറ്റൊരു പദാർത്ഥത്തിന്റെ മറ്റൊരു മൂല്യവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് വസ്തുക്കളില്ലാത്ത, ഇന്ദ്രിയാനുഭവങ്ങളില്ലാത്ത ശുദ്ധ പ്രപഞ്ചം ഉണ്ടാക്കിയത്. ആധുനിക ക്യാപിറ്റലിന്റെ നിർമ്മിതിയോടുകൂടിയാണ് നമ്മൾ ഈ കാണുന്ന ശുദ്ധശൂന്യ സ്ഥലകാലം രൂപപ്പെടുത്തിയത്. ഇത് പറയുന്നത് ഹുസൈകളാണ്. ഞാൻ ആ വലിയ തത്വചിന്ത വരെ നമ്മൾ ഈ പറയുന്ന സാർവലൗകികത ഒരു ക്യാപിറ്റലിസ്റ്റിക് ഘട്ടത്തിലാണ് രൂപപ്പെടുന്നത്.
അതിൽ നിന്നുകൊണ്ട് ധ്യാനാത്മകമായി നമ്മളോട് കരുണയോടുകൂടി കാണുന്ന ആളുകളാ ഈ സാർവലൗകിക ചിന്തകർ. ആലോചിക്കണം, അവർ ഈ ഭൂതാവേശിച്ച ആളുകൾ, അവർ സാർവലൗകികതയുടെ ശുദ്ധശൂന്യതയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ദ്രിയാനുഭവങ്ങളുടെ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 100 ആട് സമം ഒരു ജേഴ്സി പശു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആടിന്റെ മിനുപ്പ് എവിടെ? ആടിന്റെ കരച്ചിലെവിടെ? ആടിന്റെ നടത്തം എവിടെ? കുണുങ്ങിയുള്ള നടത്തം എവിടെ? ബഷീർ ചോദിച്ച പോലെ എവിടെ? അപ്പോൾ ഈ നഷ്ടപ്പെടുന്നതിനെയാണ് സൗന്ദര്യാത്മകത എന്ന് വിളിക്കുന്നത്. ഈ നഷ്ടപ്പെടുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ നഷ്ടപ്പെടുന്നതിനാണ് തൊഴിലാളി വർഗം എന്ന് വിളിക്കുന്നത്. ഇതാ മാർക്സ് പറഞ്ഞ കാര്യം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഒരു സമീപസ്ഥമായ ഇന്ദ്രിയാനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ തൊട്ടു നിൽക്കുന്ന ലോകമാണ് ലോക കേന്ദ്രം, ഞാൻ നിൽക്കുന്ന ലോകമാണ് ഈ പ്രപഞ്ച കേന്ദ്രമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ആൾക്ക് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയുള്ളൂ. മറ്റെല്ലാവരും എന്താ പറയുക, മാറ്റൊലി ചിന്തകൾ മാത്രമായിരിക്കും. ചെറുകാട് പറഞ്ഞ പോലെ മുരിങ്ങാച്ചുവട്ടിൽ നക്ഷത്ര കാഴ്ച എന്ന് പറഞ്ഞല്ലോ, ബഷീർ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, നിങ്ങൾ നിൽക്കുന്ന ഇട്ടാവട്ടമാണ് പ്രപഞ്ച കേന്ദ്രം എന്നറിയണം. 1-ാം ക്ലാസ് കുട്ടിയെ പഠിപ്പിക്കേണ്ട അതാണ്. താൻ കാണുന്ന, അല്ലേ, സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ സ്കൂളിലാണോ പഠിച്ചത് കൂടുതൽ? 1-2 കിലോമീറ്റർ സ്കൂളിൽ നടന്നപ്പോൾ ആ നടപ്പിലാണ് നമ്മൾ പഠിച്ചത്. ആ നടപ്പില്ലാതായപ്പോഴാണ് പാഠ്യം, അല്ലേ? ഇപ്പൊ പഠനം എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം എന്താ? സ്വാതന്ത്ര്യം കിട്ടൽ മാത്രമാണോ? ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ടായി. ഇവിടെ വലിയൊരു ജനാധിപത്യ സമൂഹം രൂപപ്പെട്ടു ആ സമരത്തിലൂടെ. നമ്മൾ പറയാറില്ലേ, ആ സമരം തന്നെയാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ബ്രിട്ടനെ സഹായിക്കരുതെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിന്ന് ഒറ്റക്കിറങ്ങണം എന്നാണ് പറഞ്ഞത്. ആ ഇറക്കത്തിൽ നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിക്കും, ലോകത്തെ ഏറ്റുമുട്ടാനുള്ള ശേഷി നിങ്ങൾ നേടും. അല്ലാതെ ബ്രിട്ടനോട് ഒറ്റയടിക്ക് പോകാൻ പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. ആഴത്തിൽ ഇന്ത്യ ജനാധിപത്യവൽക്കരിച്ചു ആ സമരം. അതുകൊണ്ട് അടിസ്ഥാനം ഈ നിലയിലാണ് എനിക്ക് കാണേണ്ടത്. അതുകൊണ്ട് സൗന്ദര്യാത്മകത എന്ന് പറയുന്ന കാര്യം, ദൈവത്തെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന്, സ്വന്തം തട്ടകത്തിൽ നിന്ന് നോക്കിക്കാണാൻ കഴിയും, വിശ്വാസികളാണെങ്കിൽ. ഞാൻ വിശ്വാസിയല്ല. അപ്പോൾ ദാന്തേ പറഞ്ഞ കാര്യം ഇതാണ്, മതനവീകരണം. മാർട്ടിസൺ കോണിസ്ബർഗ് സർവകലാശാല ഞാൻ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ മഹത്തായ കൃതികളൊക്കെ എഴുതിയതും, പ്രധാനപ്പെട്ട കൃതി ഹിന്ദു സ്വരാജ് എഴുതിയത് ഇംഗ്ലീഷിലല്ല, ഹിന്ദിയിലുമല്ല, ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. സത്യാന്വേഷണ പരീക്ഷകളത് ഗുജറാത്തി ഭാഷയില്ല. അനുഭൂതിപരമായി സത്യം പറയാൻ വേണ്ടി എന്നോട് ഒരാൾ പലരും പറഞ്ഞു, ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ അനുബന്ധമായ ലൈബ്രറിയിൽ നിങ്ങൾ പുസ്തകം എടുക്കാൻ വേണ്ടി കയറിയാൽ അവിടെ ഞാൻ പുസ്തകം മോഷ്ടിക്കില്ല എന്ന് എഴുതി കൊടുക്കേണ്ടത് നിങ്ങളുടെ നാട്ടുഭാഷയിലാണ്. ഇംഗ്ലീഷ് നിങ്ങൾ കളവ് പറയുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ ലിസ്റ്റ് ഉണ്ട്, പത്രത്തിൽ വരികയും ചെയ്തു വാർത്ത. നമ്മൾ ഇന്റർനെറ്റിൽ ഇംഗ്ലീഷുകാർ എന്ത് തെറിയും പറയും, പക്ഷെ മലയാളത്തിൽ പറയാനും മടിയാണ്. അത് മാത്രം ഓർത്താൽ മതി, കാരണം അത് നമ്മൾ തൊടാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞൊരാൾ, ഞാൻ സമയം എടുക്കുന്നില്ല, 1867 ആധുനിക കേരളം രൂപപ്പെടുന്നത് എപ്പാന്ന് വെച്ചാൽ പരശുരാമൻ മഴുവറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ. പരശുരാമൻ മഴുവറിഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഒരു മഴു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിന്റെ പേരാണ് പരശുരാം എക്സ്പ്രസ്, അല്ലെ? 19ാം നൂറ്റാണ്ടിൽ എന്താണ് ഭാഷ എന്നുള്ളത് ആദ്യം മലയാളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ഭാഷകളെ സംബന്ധിച്ച് നിർവചിക്കുന്ന FW എല്ലീസ് ആണ്. സംസ്കൃതത്തിൽ, അത് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ മനസ്സിലാക്കാൻ കൂടി നല്ലതാണ്. കാരണം സംസ്കൃതത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭാഷകളൊക്കെ ഉണ്ടായെന്നുള്ള മൗഢ്യത്തിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലിസാണ് സംസ്കൃതത്തിൽ നിന്നല്ല, മാതൃഭാഷകൾ തമ്മിൽ, മലയാളവും കന്നഡയും തെലുങ്കും തമിഴും തമ്മിലാണ് ബന്ധം എന്നുള്ള ദ്രവീഡിയൻ പ്രൂഫ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ആധുനിക ജനാധിപത്യ ഇന്ത്യ ആരംഭിക്കുന്നത് സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് 1858 ദ്രാവിഡ ഭാഷാ വ്യാകരണം എന്ന് പറയുന്ന കോൾഡ്വെലിന്റെ കൃതി വരുന്നു. 1867 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്റെ അഭിപ്രായത്തിൽ 150ാം വാർഷികമായിട്ട് ആഘോഷിക്കേണ്ട, ഞാൻ പലയിടത്തും പ്രസംഗിച്ചു. അത് സർവകലാശാല, ഞങ്ങളുടെ സർവകലാശാല ചെയ്തു, കാലിക്കറ്റിലെ വിദ്യാർത്ഥികൾ, ശാസ്ത്ര വിദ്യാർത്ഥികൾ അത് ചെയ്തു. ആധുനിക രീതിയിൽ മലയാളം ഉച്ചരിക്കപ്പെടുന്ന, രാഷ്ട്രീയമായി ഉച്ചരിക്കപ്പെടുന്ന ആദ്യത്തെ സന്ദർഭം അത്. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസം നേടേണ്ടത് മാതൃഭാഷയിലാണ്, മാധ്യമം മാതൃഭാഷയാകണം. റവറൻഡ് ജോർജ് മാത്തനെ മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. കേരളത്തിന്റെ ഭരണഭാഷ മലയാളമാകണം, കോടതി ഭാഷ മലയാളമാകണം, വിദ്യാഭ്യാസത്തിന്റെ മാധ്യമ മലയാളമാകണം എന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനം വരുന്ന 1867. 150ാം വാർഷികം നമ്മൾ സമുചിതമായി ആഘോഷിക്കേണ്ടതാണ്. SUCIക്കാർ പറയല്ലോ സമുചിതമായി ആഘോഷിക്കുമെന്ന്, എന്ന് പറഞ്ഞ പോലെ സമുചിതമായി ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് മാഷയുടെ കാവുമ്പയുടെ പുസ്തകത്തിൽ ജോഹന്നസ് ഫ്രോൺ മേയറുടെ പ്രകൃതി ശാസ്ത്രത്തിന്റെ സമർപ്പണ ലേഖനം വിവർത്തനം ചെയ്ത് നോക്കി. അതിൽ പറയുന്നുണ്ട് അദ്ദേഹം, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം മാതൃഭാഷയിലായില്ലെങ്കിൽ കേരളത്തിലൊരു ശാസ്ത്ര വിപ്ലവം നടക്കില്ല എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞു. അതിനർത്ഥം കേരളത്തിലൊരു വ്യവസായ വിപ്ലവം നടക്കണമെങ്കിൽ മാതൃഭാഷയിൽ ശാസ്ത്രം പഠിക്കണം എന്നർത്ഥം. എങ്കിൽ EMSന്റെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടനും അടകോടനിലേക്കും ശാസ്ത്രം എത്തുകയുള്ളൂ.
അണ്ടനിലേക്കും അടകോടനിലേക്കും ശാസ്ത്രം എത്തിയാൽ മാത്രമേ അവരുടെ അടിസ്ഥാന ജനവിഭാഗം കൈയാളിയിരുന്ന ജ്ഞാനം ആധുനികവൽക്കരിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ ഉൽപാദന വ്യവസ്ഥ ആധുനികവൽക്കരിക്കപ്പെടുകയുള്ളൂ. യൂറോപ്യന്മാർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ ഇറക്കുമതി ചെയ്തതല്ലാതെ നമ്മൾക്ക് ആവശ്യമുള്ള എന്ത് നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു തെങ്ങ് കയറ്റ യന്ത്രം ഇപ്പോഴും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. കാരണം തെങ്ങിനെ കുറിച്ച് യൂറോപ്യന്മാർ ഗവേഷണം ചെയ്യാത്തതുകൊണ്ട് നമ്മളും ചെയ്തില്ല. യൂറോപ്യൻ സർവകലാശാല എന്താണോ പാഠ്യവിഷയം അതാണ് നമ്മുടെ ഈ സിലബസ്. അവിടുന്നാണല്ലോ കമ്പാരിസൺ അങ്ങനെയല്ലേ വരുന്നത്. ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഹാർവാർഡും ആവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. തിരിച്ച് നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളെ കെട്ടിപ്പടുക്കലാണ് ഉദ്ദേശ്യമെങ്കിൽ അത് മറ്റൊരു തരത്തിലാണ് വിഭാവനം ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ പലപ്പോഴും ഈ താരതമ്യാത്മകം ഇവിടുന്ന് ഒരു സാധനത്തെയും ഹാർവാർഡിനെയും ഓക്സ്ഫോർഡും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. നേരത്തെ മാർക്സിന്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ യൂണിവേഴ്സൽസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയുള്ള കെട്ടുകൾ മാത്രമാണ്. അവിടെ ഈ അനുഭൂതിപരമായ ബന്ധങ്ങൾ, വ്യവഹാരപരമായ ബന്ധങ്ങൾ മുഴുവൻ നമ്മൾ നിരാകരിച്ചിട്ട് അതിൽ നിന്ന് ഒന്നിനെ മാത്രം, ഘടനയിൽ നിന്ന് ഒരു ആറ്റത്തെ മാത്രം മാറ്റാൻ കഴിയില്ല എന്നാണല്ലോ മാർക്സ്വലിന്റെ സിദ്ധാന്തത്തോട് വരുന്നത്. അല്ലേ, ഫിസിക്സിന്റെ അകത്ത് മാർക്സ്വലിന്റെ സിദ്ധാന്തം വരുന്നതോടെ വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. കേരളത്തിൽ സനാഉള്ള മക്തി തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതൻ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഖുർആൻ മലയാളത്തിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കാഫിറായി പോകും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ മലയാളത്തിൽ പഠിച്ചില്ലെങ്കിൽ കാഫിറായി പോകുന്നവർ. കാരണം എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചെന്നുള്ളത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് പുണ്യം ഈമാൻ കിട്ടണമെങ്കിൽ മാതൃഭാഷയെ പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് മലയാളം കേരളീയന്റെ മാതൃഭാഷ മാത്രമല്ല, അയാൾക്ക് ഈമാൻ നൽകുന്ന ഗുരുഭാഷ കൂടിയാണ്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് മാതൃഭാഷയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട വാക്യാണ്. 19ാം നൂറ്റാണ്ടിലാണ് 3 ഭാഷകളും ചേർന്ന്, അല്ലെങ്കിൽ 3 മതങ്ങളുടെയും പൊതുഭാഷ എന്നുള്ള നിലയിൽ മലയാളം ഉറപ്പിക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ കലാപമില്ലാതിരിക്കുന്നതിന്റെ കാരണം പല മേന്മകളും നമ്മൾ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ കേരളത്തിൽ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പൊതുഭാഷയാണ് മലയാളം എന്നുള്ളതാണ്. ഹൈദരാബാദിലെ ഒരു മുസ്ലിമിന് അവിടുത്തെ ശ്രീ എന്ന് പറയുന്ന കവിയെ അറിഞ്ഞുകൂടാ. കാരണം അയാളുടെ മാതൃഭാഷ ഉറുദുവും ശ്രീ തെലുങ്കുമാണ്. കേരളത്തിൽ ബഷീറും പൊൻകുന്നം വർക്കിയും തകഴിയും കുമാരനാശാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ജനതയുടെ പൊതുസ്വത്ത് അവര്. അതുകൊണ്ട് മതേതരത്വത്തിന് ഞാൻ ആസൂത്രണ ബോർഡിൽ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ, അതായത് കേരളത്തിൽ മതേതരത്വത്തിന് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് ശാസ്ത്രാഹിത്യ പരിഷത്തിന്, കേരള സാഹിത്യ അക്കാദമിക്ക്. കാരണം ഭാഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത്. ഈ ഭാഷ ഐക്യപ്പെടുന്നതോടുകൂടി നിങ്ങൾ തെരുവിൽ നിന്ന് എന്ത് തരത്തിലാണ് പരസ്പരം ഏറ്റുമുട്ടിയാലും അമ്മയും ഉമ്മയും അമ്മച്ചിയും ഉപ്പും മുളകും പരസ്പരം കൈമാറുന്ന ഭാഷ, മാതൃഭാഷ മലയാളം നിലനിൽക്കുന്നിടത്തോളം ഇവിടെ മതേതരത്വം നിൽക്കും. അതില്ലാത്ത സ്ഥാപനങ്ങൾ ഇപ്പോൾ പടച്ചുവിടുന്ന കുട്ടികൾക്ക് അമ്മയും ഉമ്മയും അമ്മച്ചിയും തമ്മിൽ സംസാരിക്കാൻ ഭാഷയില്ല പരസ്പരം. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇനി ഇംഗ്ലീഷ് മലയാളം എന്നുള്ള വൈരുദ്ധ്യം അല്ലേ. മലയാളത്തിന് വേണ്ടി പറയാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് ഒരു കാര്യം. ഞാൻ തിരിച്ചാ പറയുന്നത്, മലയാളത്തിന്റെ പര്യായമാണ് ഇംഗ്ലീഷ് എന്നുള്ള എന്റെ വാദം. ആന്റണിമല്ല, സിനോനിമ. 1066 ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ജനതയെ നോർമൻ ഫ്രഞ്ച് ജനത കീഴ്പ്പെടുത്തി. ഇംഗ്ലീഷ് ചരിത്രം അറിയുന്ന ആൾക്കാർക്ക് അറിയാം. 2 നൂറ്റാണ്ടുകാലം ഇംഗ്ലണ്ടിന്റെ ഭരണ, കോടതി, വിദ്യാഭ്യാസ സർവവും ലത്തീനും ഫ്രഞ്ചും ആയിരുന്നു. ഇംഗ്ലീഷ് അന്ന് സംസാരിച്ചിരുന്നത് അടുക്കളക്കാരികളായ പെണ്ണുങ്ങൾ, കർഷകർ, വിവരം കെട്ട ആളുകൾ. മാന്യരായ ഒരാളും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നില്ല. ആദ്യത്തെ ഗണനീയമായ ഇംഗ്ലീഷ് കവി ജെഫ്രി ചോസർ മാതൃഭാഷാ സമരത്തിന്റെ ഭാഗം കൂടിയായിട്ട് അദ്ദേഹം സാഹിത്യകൃതികൾ രചിക്കുന്നത്. രായസദസ്സിൽ പട്ടാഭിഷേകം പോലും ഇതര ഭാഷയിൽ നടക്കുമ്പോൾ അദ്ദേഹം രായസദസ്സിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഭാഷാ സമരത്തിന്റെ ഭാഗം. അദ്ദേഹത്തിന്റെ കാൻഡർബറി ടേൽസിൽ അദ്ദേഹം പറയും, ഒരു നണ്ണിനെ, ഒരു കന്യാസ്ത്രീയെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവർ നോക്കൂ, ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്, പക്ഷെ അവരെ ഫ്രഞ്ച് കേട്ടാൽ പാരീസുകാർ ചിരിക്കും, പാരീസുകാർക്ക് മനസ്സിലാവില്ല. ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് പോലെ. ഒരു തമാശ ബാലേന്ദ്രൻ പറഞ്ഞായി കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കേട്ടല്ല. ബാലേന്ദ്രൻ 18 കവിതകളൊക്കെ എഴുതുന്ന 18 വയസ്സിൽ ഏകദേശം. അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടു തെരുവിൽ, അദ്ദേഹത്തെ കൂട്ടി ചായ പിടിക്കാൻ കയറി. 1 മണിക്കൂർ അദ്ദേഹത്തോട് ബാലേന്ദ്രൻ ഇംഗ്ലീഷ് സംസാരിച്ചു. അപ്പോൾ അയാളൊന്നും പറയുന്നില്ല. അവസാനം ചോദിച്ചു, എങ്ങനെയുണ്ട്, എൻ്റെ അഭിപ്രായം എന്താ, നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വാട്ട് ലാംഗ്വേജ് ആർ യു സ്പീക്കിംഗ് എന്ന് ചോദിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ചോസർ പറഞ്ഞത്. അവരുടെ സാക്ഷാൽ പാരീസുകാർക്ക് കേട്ടാൽ മനസ്സിലാവുകയില്ല. ഇംഗ്ലീഷുകാര് 2 നൂറ്റാണ്ട് കഴിഞ്ഞ് 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ ഭാഷ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. 18ാം നൂറ്റാണ്ടിലാണ് കോടതി ഭാഷ ഇംഗ്ലീഷാക്കാൻ ഒരു വിളംബരം പുറപ്പെടുവിക്കേണ്ടി വന്നത്. ഇംഗ്ലീഷ് കോടതിയിൽ ആരെങ്കിലും
ഫ്രഞ്ചോ ലത്തീനോ ഉച്ചരിച്ചാൽ 50 പവൻ പിഴ. ഇപ്പൊ ആളുകൾ ചോദിക്കാറില്ലേ നിയമം കൊണ്ട് മലയാളം രക്ഷപ്പെടുമെന്ന്. നിയമം കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിനെ രക്ഷപ്പെടുത്തിയത്. 16 നേരത്തെ ഗണേഷ് പറഞ്ഞത് തുടർച്ചയായി പറയാം. 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഗദ്യം നോക്കിയാൽ അതിന്റെ അകത്ത് ഇന്ന് നമ്മൾ മലയാളത്തിന് വേണ്ടി ശാസ്ത്രലേഖനം എഴുതുന്ന ആളുകളെക്കാളും വളരെ ക്ഷമാപണത്തോടുകൂടിയ ലേഖനങ്ങൾ തുടങ്ങുന്നത്. ഇതാ ഞാൻ ബുദ്ധിമുട്ടി ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് പല ലേഖനങ്ങളും തുടങ്ങുന്നത്. ശാസ്ത്രഭാഷയായി തുടങ്ങുകയാണ്. കാവുമ്പായുടെ പുസ്തകം തന്നെ നോക്കിയാൽ അറിയാം. കാരണം ന്യൂട്ടൺ പ്രിൻസിപ്പിയ എന്ന് പറയുന്ന കൃതി ലത്തീൻ ഭാഷയിൽ എഴുതുന്ന ആദ്യത്തെ, ഓപ്റ്റിക്സ് എന്ന് പറയുന്ന കൃതി ഇംഗ്ലീഷ് ഭാഷയിൽ അടുത്ത ഭാഷാപബോധം വരുന്നു, ദേശീയബോധം വരുന്നു, ലിബറൽ ജനാധിപത്യം വരുന്നു. എന്നിട്ട് ന്യൂട്ടനോട് ആളുകൾ വിമർശിച്ചു കേട്ടോ, നമ്മൾ ശാസ്ത്ര ലേഖനം ചെയ്യുന്ന ആളുകളോട് വിമർശിച്ച പോലെ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ ഓപ്റ്റിക്സ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, പ്രിൻസിപ്പിയ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെന്ന. കാരണം ഇംഗ്ലീഷിൽ എഴുതിയ സാധനം, മാതൃഭാഷയിൽ എഴുതിയ സാധനം മനസ്സിലാവുന്നില്ല, ലത്തീനിൽ എഴുതിയ കാര്യം മനസ്സിലാവും. ഇതിനല്ലേ ഇപ്പം നമ്മൾ സാധാരണ ഉത്തരാധുനിക സിദ്ധാന്തമൊക്കെ എഴുതുന്ന ആളോട് പറയുന്നത്, ഇത് ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവും, മലയാളത്തിൽ തിരിയില്ല. ആദ്യഘട്ടത്തിൽ തിരിയില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം വഴക്കമില്ലാത്ത വഴിയിലൂടെയാണ് പോകുന്നത്. അത് വഴക്കമുണ്ടാക്കണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടെ മാധ്യമം മാതൃഭാഷയാവണം. ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത ഘട്ടം. അപ്പൊ അതുകൊണ്ട് ലോകത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെല്ലാം, ഞാൻ മറ്റു ഭാഷകളുടെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, സമയക്കുറവുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിനെതിരെ അല്ല അത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ? ഇംഗ്ലീഷിൽ പഠിക്കലാണോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം? അതോ ഇംഗ്ലീഷിലൂടെ വരുന്ന യൂറോപ്യൻ നവോത്ഥാനത്തിന്റെയും ലിബറൽ ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ മലയാളത്തിൽ പഠിക്കലാണോ? 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഇതിനെയാണ്. എന്ന് വെച്ചാൽ മാതൃഭാഷയിൽ ഇതര അറിവുകൾ സ്വാംശീകരിക്കുന്നതിനാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലുള്ള വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലും അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ. കാരണം അവരതിന്റെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മൂല്യങ്ങൾ അറിയുന്നില്ല. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്നാണ് ഒരു കുട്ടി പഠിച്ചാൽ ആണോ തിളനില എന്ന് പഠിക്കണം? ഏതിൽ പഠിച്ചാലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവുന്നത്? അതായത് ദ്രവണാംഗത്തെ സംബന്ധിച്ച് കൊഥനാംഗത്തെ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലേ? ബോയിലിംഗ് പോയിന്റ് അവസാനം കൊഥനാംഗ തിളനിലയായി. അതിനെ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? തിളനില എന്ന് പറയുമ്പോൾ അമ്മയോടൊപ്പം ഇരുന്ന് ചെറുപ്പത്തിൽ അടുപ്പത്ത് പാത്രം തിളക്കുന്ന ആ ഇന്ദ്രിയാനുഭവം ഉണ്ടല്ലോ, ആ അനുഭവത്തെ ജ്ഞാനവൽക്കരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ജൈവികമായ അറിവ്. ഈ അറിവല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അതോ ഒന്നും അറിയാതെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം? ഇതാ ചോദ്യം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നു. അപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ലോകത്തിലെ വിധവിജ്ഞാനങ്ങളിലെ അറിവുകൾ ഇംഗ്ലീഷിലൂടെയാണ് വരുന്നതെങ്കിൽ, മറ്റു ഭാഷയിലൂടെ വരാം, ഇംഗ്ലീഷിലൂടെയാണ് വരുന്നതെങ്കിൽ അത് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾ അവരുദ്ദേശിച്ചെടുത്തെത്തുന്നത്. ഇത് ജോർജ് മാത്തൻ ഭാഷയെക്കുറിച്ച് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് ചരിത്രപരമായിട്ട്, ശാസ്ത്രജ്ഞന്മാരെ ബഹുമാനിക്കുന്നതോടൊപ്പം. എന്താണ് മാതൃഭാഷയും അന്യഭാഷയും തമ്മിലുള്ള വ്യത്യാസം? അദ്ദേഹം ബാലാഭ്യാസം എന്നുള്ള ലേഖനത്തിൽ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭാഷയ്ക്ക് 2 തരം അർത്ഥങ്ങളുണ്ട്. ഒന്ന് പദാർത്ഥം, മറ്റത് ഭാവാർത്ഥം. പദാർത്ഥം എന്ന് വെച്ചാൽ മെറ്റീരിയൽ മീനിങ്, ഏത് ഭാഷയിൽ പറഞ്ഞാലും വസ്തു മാറുന്നില്ല. ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന ഭാഷക്കനുസരിച്ച് അതിന്റെ ഇമോട്ടീവ് മീനിങ് മാറും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഒരു നേഴ്സ് വരുമ്പോൾ നമ്മൾ അവരെ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷുകാരനെ വിളിക്കുന്നത് സിസ്റ്റർ എന്നാണ്. പക്ഷെ അവർക്ക് എന്ത് അനുഭൂതിയാണ് സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നത്? നമ്മൾ പെങ്ങളെ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയാണ്. നിങ്ങൾ ശരീരം തൊടാൻ വേണ്ടി വരുന്ന ഒരു സ്ത്രീയെ, യുവതിയെ പെങ്ങളെ എന്ന് വിളിപ്പിക്കുന്നതിന്റെ പിന്നിൽ വേറെ ചില യുക്തികളുണ്ട്. ആ യുക്തി അവൻ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നില്ല. ഇതാണോ ഏതാ സാർവലൗകികത എന്നെ ചോദ്യം. സാർവലൗകികമായ സിസ്റ്റർഹുഡ്, ബ്രദർഹുഡ്, സഹോദരി സാഹോദര്യം ആ ഭാഷയിൽ അനുഭവിക്കുന്നു, അവരനുഭവിക്കുന്നു. ഇംഗ്ലീഷ് തന്നെ അനുഭവിക്കേണ്ടത്. നമുക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? നമ്മുടെ സ്വകാര്യ ജീവിതം മാതൃഭാഷയിൽ തടയപ്പെട്ട് മുരടിച്ചു നിൽക്കുകയും അതിന്റെ അനുഭൂതികൾ വീട്ടുമുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയും പൊതുജീവിതം പെർഫോമൻസ് ആയിട്ട് മാറുകയും ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഗാർഹിക ജീവിതം, കുടുംബഘടനയൊക്കെ അതിവർത്തിച്ചിട്ട് അവർക്ക് ഒരേ ഭാഷയിൽ പൊതുജീവിതത്തെ സംബോധന ചെയ്യാൻ കഴിയുമ്പോൾ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ഒപ്പം ജനിക്കാത്ത ആളുകളെയും കോംറേഡ്ഷിപ്പ് അവർക്ക് അനുഭവപ്പെടുന്നു. മനസ്സിലാവുന്നു ഞാൻ കരുതുന്നത്. ഇതാണ് സാർവലൗകികത, ഇതാ ജനാധിപത്യം, ഇതാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്, അനുഭൂതിപരമായ സാമൂഹ്യവൽക്കരണം. അതുകൊണ്ടാണ് നമ്മൾ വലിയ മീഡിയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ അല്ലേ, കാരണം അതും അനുഭൂതി എത്തിയിട്ടില്ല. നമ്മുടെ വീടുകൾ വലുതായും തോറും പൂജാമുറികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പൂജാമുറിയിൽ മലയാളത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർക്കുന്നതെങ്കിലും. അപ്പോൾ ആ ഭാവമണ്ഡലം അത്രത്തോളം പിന്നിലേക്ക് പോവാണ്. എത്രത്തോളം മറുവശം പോകുന്നു അത്രത്തോളം പിന്നിലേക്ക് പോകുന്നു. ഇതിനെ തകർക്കണമെങ്കിൽ നിങ്ങളുടെ ജഡമായ ഫ്യൂഡൽ
നാടുവാഴിത്തപരമായ മലയാളത്തെ തകർക്കണമെങ്കിൽ മലയാളത്തെ പുതിയ ഭാവമണ്ഡലത്തേക്ക് തുറന്നുവിടണം. അത് മലയാളം ആധുനിക വ്യവഹാരങ്ങളിലേക്ക് നിങ്ങൾ തുറക്കണം. അപ്പോഴേ ഇതിനെ വിമർശനാത്മകമായി നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഫെറ്റിഷിസ്റ്റിക് എന്ന വസ്തുപരമായ യുക്തിയിൽ നിന്ന് ഭാഷയെ തുറന്നു വിടുമ്പോഴാണ് പ്രയോഗമായിട്ട് മാറുന്നത്. ഞാൻ പറയുന്ന കാഴ്ച മലയാളം എന്ന് പറയുന്ന സാഹിത്യകാരന്മാരുടെ കുത്തകയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പം അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ. ONV കുറുപ്പും സൂതമാർ അവരൊക്കെ വലിയ ആളുകളാണ്, സംശയമൊന്നുമില്ല. പക്ഷെ മലയാളത്തെക്കുറിച്ച് എല്ലാ അഭിപ്രായം പറയേണ്ട അവരാണെന്ന് ധരിച്ചത്. മലയാളത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ തൊഴിലാളിയാണ്. മലയാളം കേരളീയന്റെ ഉൽപാദന ശേഷിയുടെ പേരാണ് മലയാളം. മലയാളം ഒരു ഉൽപാദന ശക്തിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള അടിസ്ഥാന സംഗതി. മലയാളം ഉൽപാദന ശക്തിയാണെന്ന് പറഞ്ഞാൽ പല തലങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ പെരുന്തച്ചൻ കെട്ടിയ കെട്ട് 1200 കൊല്ലമായിട്ട് നിൽക്കുന്നു പട്ടാമ്പിയിൽ, തളി അല്ലെ, ഒരുപാട് ക്ഷേത്രം. പെരുന്തച്ചൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത് കൂടി ഓർക്കുക. 1200 കൊല്ലക്കാലം നിൽക്കുന്നു. നമ്മൾ കെട്ടിയ കെട്ട് നമ്മൾ തിരിഞ്ഞു വരുമ്പോഴേക്ക് താഴെ വീഴുന്നു അല്ലേ. ഈ ടെക്നോളജി ഏത് ഭാഷയിലാണ് പഠിപ്പിച്ചത്? പണ്ട് തച്ചന്മാരൊക്കെ ഏത് ഭാഷയെ പഠിച്ചു? അതിനെ ആധുനികവൽക്കരിച്ചു. ആധുനിക വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ഇവരൊക്കെ പിന്നോട്ട് പോയി. ഇതിനോട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്ലാസിന്റെ കയ്യിലേക്ക് ജ്ഞാനം പോയി അല്ലേ. ഈ ഉൽപാദന ബന്ധങ്ങളിൽ നിന്ന് ഭാഷ അന്യമായി തീർന്നു, സാമൂഹ്യമല്ലാതായി തീർന്നു. അപ്പൊ അതുകൊണ്ട് ഉൽപാദന ശേഷിയാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. ഇനി വളരെ ബാഹ്യമായ അർത്ഥത്തിൽ പോലും അങ്ങനെയാണ്. കാരണം നമ്മൾ കയർ കൈത്തറിയൊക്കെ കേരളത്തിൽ എത്ര തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയും, പക്ഷേ മലയാളം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയാറില്ല. ഒരാൾ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും വിലയേറിയ കാർ ഉപയോഗിക്കുന്നത് DC രവിയാണെന്നാണ്. കാരണം മലയാളം എത്രയോ തൊഴിലവസരം നൽകുന്നു, അതൊരു മൂലധന ശക്തിയാണ് എന്നുള്ളത് അത് നമ്മൾ കടക്കാറില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ സാമ്പത്തിക സർവേ നടത്തേണ്ട പരിഷത്തിന് ചെയ്യാവുന്നൊരു പണിയാണ് മലയാളം എത്ര തൊഴിലവസരം നൽകുന്നു എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരം മലയാളം DTP അടിക്കാൻ ആളെ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞ എനിക്ക് മലയാളം DTP അടിക്കാൻ അറിയാം, ഞാൻ വേണമെങ്കിൽ ലീവ് എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ തുകക്കാൾ 50 രൂപക്കൊക്കെ ഒരു പേജ് അടിക്കുന്നതെന്ന് ആലോചിക്കണം. ഇംഗ്ലീഷിനേക്കാളും വില മലയാളത്തിനുണ്ടാവുന്ന ഒരേ ഒരു സന്ദർഭം മലയാളം DTP ആണ്. എന്താ കാര്യം? നമ്മൾ പറഞ്ഞല്ലോ ആസൂത്രണം നടത്തുന്നു, ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ. കേരളത്തിൽ മലയാളം അടിക്കാൻ ആളില്ല. ഇതിനെന്ത് ഉത്തരം പറയും? ഈ കണ്ട ആസൂത്രണത്തിന്റെ ആളുകൾ മറുപടി പറയേണ്ടതാണ്. നമ്മുടെ ഭാഷയുടെ തീസിസ് അടിക്കാൻ ആളില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ UGC നമ്മൾ ഒഴിവാക്കിയിട്ട് 1 മാസം ലീവ് എടുത്താൽ DTP അടിച്ചാൽ എന്റെ ശമ്പളം എനിക്ക് കിട്ടുന്ന കൂലി UGC ശമ്പളത്തെക്കാൾ കൂടുന്നതാണ് എന്റെ അഭിപ്രായം. അത്രയും വിലയാണുള്ളത്. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾക്ക് വേണ്ട സാധനമല്ല നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വിദേശത്തേക്ക് കഴിഞ്ഞ തലമുറയിൽ പോയ ഒരാൾക്കും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല 14 കൊല്ലം ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് പോയത് അല്ലേ. മലയാളം പഠിക്കുന്ന ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുന്നില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആൾ മലയാളം പഠിക്കാതിരിക്കുന്നല്ലേ ഉള്ളൂ. ആ മലയാളം കൊണ്ടല്ലേ അവർ ലോകം മുഴുവൻ കീഴടക്കി. ECG സുദർശൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 5 തവണ നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആള് മലയാള മാധ്യമത്തിലാണ് പഠിച്ചത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് മലയാള ഭാവനയാണ് എന്നെ കാലത്തെ അതിജീവിക്കാൻ, ടാക്യോൺസിനെ കുറിച്ച് പഠിക്കാൻ, ഐൻസ്റ്റീനെ തന്നെ തള്ളാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നാണ്. സത്യേന്ദ്രനാഥ ബോസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന കണം എല്ലാവർക്കും അറിയാം. അതിലെ ബോസോൺ എന്ന ആ കണത്തിന്റെ പേര് സത്യേന്ദ്രനാഥ ബോസിന്റെ പേരിലുള്ളതാണ്. പോൾ ഡിറാക്കാണ് ആ പേര് കൊടുക്കുന്നത്. അദ്ദേഹം മാതൃഭാഷയിൽ ബംഗാളിയിലാണ് MSc ക്ലാസ്സുകൾ എടുത്തിരുന്നത് കൽക്കത്ത സർവകലാശാലയിൽ. അദ്ദേഹത്തിന്റെ പ്രബന്ധം സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. സത്യേന്ദ്രനാഥ ബോസിന്റെ ശാസ്ത്ര പ്രബന്ധങ്ങളുടെ സമാഹാരം ഇപ്പോൾ സേജ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അകത്ത് അദ്ദേഹത്തിന്റെ പ്രമുഖമായ ശാസ്ത്ര പ്രബന്ധങ്ങളോടൊപ്പം ഒരു പ്രബന്ധം കൂടെ കാണാം, മാതൃഭാഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രബന്ധം. ഇന്ത്യയിൽ ശാസ്ത്രബോധം ഉണ്ടാവണമെങ്കിൽ മാതൃഭാഷയിൽ പഠിക്കണം. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇംഗ്ലീഷ് ഞാൻ അറിയുന്ന ഏറ്റവും മികച്ച എല്ലാ ഇംഗ്ലീഷ് അധ്യാപകരും, ഇംഗ്ലീഷ് അറിയുന്ന ആളുകളൊക്കെ തന്നെ മാതൃഭാഷയ്ക്ക് വേണ്ടി വാദിച്ച ആളാണ്. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന ആളാണ് ആരായിരുന്നു ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും VK ഗോഗക. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചരിത്രത്തിൽ ഇംഗ്ലീഷുകാരെ തോൽപ്പിച്ച് അവിടുത്തെ MA ലിറ്ററേച്ചറിൽ 1ാം റാങ്ക് നേടിയ ആളാണ് VK ഗോഗക. അദ്ദേഹത്തെ കർണാടക ഗവൺമെന്റ് ഏത് മാധ്യമത്തിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനാക്കി വെച്ചു. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു, മാതൃഭാഷയിലാണ്. കർണാടകത്തിൽ UR അനന്തമൂർത്തി പറഞ്ഞിട്ടാണ് കേരളത്തിലെ ആളുകൾക്ക് ഭാഷാവബോധം വന്നത്. ഇപ്പോഴും ലജ്ജയില്ലേ ട്രിവേൻഡർ എന്ന് പറയാൻ അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണ് സത്യത്തിൽ ഇന്ത്യയിൽ കാരണം അവർക്ക് കോംപ്ലക്സ് ഇല്ല, പറയാൻ ധൈര്യമുണ്ട്. ലോകത്തിൽ അവിടെ പോയി ഇപ്പോൾ ഗോൾ പോസ്റ്റിൽ ചെന്ന് നോക്കുമ്പോൾ ഗോൾ പോസ്റ്റിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ VK ഗോഗക. അപ്പോൾ ഡീകോളനൈസിംഗ് ദ മൈൻഡ് എന്നുള്ളത് ഒക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കോപ്പൻഹേഗൻ ബിസിനസ് സ്കൂളിലെ പരിഷത്ത് പറ്റുമെങ്കിൽ വിവർത്തനം ചെയ്യേണ്ട പുസ്തകമാണ്.
ഞങ്ങൾ ശ്രമിച്ചിട്ട് തൽക്കാലം വിജയിച്ചിട്ടില്ല. ലിംഗ്വിസ്റ്റിക് ഇമ്പീരിയലിസം എന്നൊരു പുസ്തകമുണ്ട്. ഭാഷാ സാമ്രാജ്യത്വം. ഒരു ജനതയുടെ ഭാഷയെ ആദേശം ചെയ്യുന്നതോടുകൂടി എന്ത് തരം മൂലധന താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ചത് കോപ്പൻഹേഗൻ ബിസിനസ് സ്കൂളിലെ ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് പ്രൊഫസറായ റോബർട്ട് ഫിലിപ്സൺ ആണ്. ആ പേരും ശ്രദ്ധിച്ചു, റോബർട്ട് ഫിലിപ്സൺ. അദ്ദേഹത്തിന്റെ പത്നിയായ ടോമസ് കുട്നാബ് കാങ്കാസ് ആണ് ലിംഗ്വിസിസം എന്നുള്ള ഒരു ആശയം ഉണ്ടാക്കിയെടുത്തത്. വർണ്ണവിവേചനം പോലെ, ജാതി വിവേചനം പോലെ, ലിംഗവിവേചനം പോലെ ഭാഷയുടെ പേരിലുള്ള വിവേചനം. കേരളത്തിൽ PSC പരീക്ഷ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്ക് എഴുതാം, മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, IAS പരീക്ഷ മലയാളത്തിൽ എഴുതാം, കേരളത്തിലെ PSC പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതിക്കൂടും. ഇന്ത്യയെക്കാളും വലുതാണ് കേരളം എന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒന്നും കൂടെ മനസ്സിലാക്കി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ ഗോപാലകൃഷ്ണ റൊണാങ്കി എന്ന് പറയുന്ന ഒരു കർഷകന്റെ മകനാണ് അദ്ദേഹം. സ്കൂൾ അധ്യാപകനാണ്, 30 വയസ്സാണ്. അയാൾ മാതൃഭാഷയായ തെലുങ്കിൽ IAS പരീക്ഷ എഴുതി പാസ്സായി, സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായി. അദ്ദേഹത്തിന് ഇന്റർവ്യൂ നടന്നതും മാതൃഭാഷയായ തെലുങ്കിലാണ്. കേരളത്തിലാണെങ്കിൽ അദ്ദേഹം LDCക്ക് അപ്പുറം പോവില്ല. ശ്രദ്ധിക്കണം. ഇതിനാണ് ഭാഷാ വിവേചനം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ പ്രശ്നമാണിത്. നമ്മൾ ഈ അപ്വാർഡ് ലിഫ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്വാർഡ് മൊബിലിറ്റി, ഭയങ്കര വാക്കുകളാണ്. കേരളത്തിലെ സാധാരണക്കാരൻ സെക്രട്ടേറിയറ്റിൽ കടക്കരുത് എന്ന ബോർഡാണ് വെച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് പരീക്ഷ മലയാളത്തിൽ ഇംഗ്ലീഷ് നടത്താതിരിക്കുമ്പോൾ കേരളത്തിലെ പൊതുവായ സ്ഥലങ്ങളിൽ ഒന്നും നിങ്ങൾ കടക്കരുത്. ജാതി ബോർഡുകൾ ഇപ്പോഴും ഉണ്ട്, ഭാഷയുടെ പേരിലാന്ന് മാത്രം. ഇംപ്ലൈഡ് മീനിങ്, അതിന്റെ അകത്ത അർത്ഥം ഇത് തന്നെയാണ്. നിങ്ങൾ അണ്ടനും അടകോടനും ഇങ്ങോട്ട് കടക്കണ്ട, ഇംഗ്ലീഷ് MA ലെവലിലെങ്കിലും അറിയെങ്കിൽ കടന്നാൽ മതി. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരുന്നു. അന്നത്തെ അസിസ്റ്റന്റ് പരീക്ഷ എഴുതി എനിക്കറിയാം. ഞാൻ എന്നെപ്പോലുള്ള അത്യപൂർവ്വം 1-2 പേരെ മാറ്റിവെച്ചാൽ പാസ്സായത് മുഴുവൻ MA ഇംഗ്ലീഷ് ആളുകളാണ്. ഭരണഭാഷ മലയാളം എന്ന് ഓർക്കണേ. ഭരണഭാഷ മലയാളമായിട്ടാണ് ഈ കലാപരിപാടി. ഇതിനെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവിദ്യാഭ്യാസം, ഞാനത് സമയമില്ലേ, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ PSC പരീക്ഷകൾ മലയാളത്തിലാക്കണം. കാരണം ഇവിടുന്ന് പുറത്തു വരുന്നവന് കേരളത്തിലെ ഇപ്പോൾ വരാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. തമാശ അതാണ്, നമ്മൾ സിവിൽ സർവീസിനെ വികേന്ദ്രീകരിച്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടാക്കുന്നത്. തമാശ എന്തായിരിക്കും? സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും. എങ്ങനെയുണ്ട്? ഇതാണ് വികേന്ദ്രീകരണം. അപ്പോ അതുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാതൃഭാഷാ മാധ്യമത്തിൽ പഠിച്ച ആൾക്ക് കേരളത്തിലെ ഏത് പരീക്ഷയും എഴുതാം എന്നുള്ള സമരം കൂടി നമ്മൾ ഏറ്റെടുക്കണം. അത് ഇതിന്റെ ഭാഗം. ഈ പരസ്പര ബന്ധം നമ്മൾ അറിയണം. അല്ലാതെ ഈ സ്കൂളിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല അത്. കഴിഞ്ഞില്ല. കേരളത്തിലെ ഏത് സർവകലാശാലയിലും PhD പ്രബന്ധങ്ങൾ വരെ മാതൃഭാഷയിൽ എഴുതാൻ, ഇംഗ്ലീഷിൽ എഴുതട്ടെ, പക്ഷെ മാതൃഭാഷയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണം. എങ്കിലേ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ വന്ന് 25 കൊല്ലം ഒന്ന് കാത്തു നിന്നാൽ മതി. കേരളീയ പൊതുമണ്ഡലം മുഴുവൻ ഇവർ കൈയടക്കും. ആര്? മാതൃഭാഷയെ പഠിച്ച ആളുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 9 മണിയുടെ 9-നും 10-നും ഇടയിലുള്ള കേരളത്തിലെ ചാനലുകളുടെ ചർച്ച ഞാനധികം കാണാറില്ല, പല കാരണങ്ങളാൽ. നിങ്ങളെല്ലാം കാണാറുണ്ടാവില്ല. പക്ഷെ ആ ചർച്ച മുഴുവൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകളാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു നേതാവ് അതിന് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു PC ജോർജിനെ പോലെ ഒരാള്, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലത്തെ ഒരു നേതാവ്, അവർ രാഷ്ട്രീയം എന്തോ ആവട്ടെ, അങ്ങനെ ഒരാള് ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലച്ച് പിടിക്കുമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്ന കാര്യം? അപ്പൊ ഇനി മറ്റൊന്ന്, കേരളത്തിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിന്റെ മീഡിയം ഇംഗ്ലീഷാണ് എന്ന് വന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാധ്യമവും ഇംഗ്ലീഷ് ആക്കണ്ടേ? രണ്ടും ഒന്ന് തന്നെയല്ലേ? രാഷ്ട്രീയ നേതൃത്വം തന്നെയല്ലേ? അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പോകൂ എന്ന് വന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എങ്ങനെ ഉണ്ടാവും? ഒരേ സാധനമല്ലേ? രണ്ടും അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഒന്ന് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, മറ്റൊരു അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ജനാധിപത്യം വേണം, ഇവിടെ പറ്റൂല എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി അതല്ലേ ശ്രമിച്ചുകൊണ്ടിരുന്നത്? യൂത്ത് കോൺഗ്രസിന് ഇന്റർവ്യൂ നടത്തി ഇംഗ്ലീഷിൽ ഉത്തരം പറയാവുന്ന ആളുകൾക്ക് അങ്ങനെ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കി. അതോടുകൂടി അവസാനിച്ചത് നമ്മൾ കണ്ടുവല്ലോ. രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കാണുന്ന സാധനം അതാ. ഇതൊന്നും അറിയാത്ത കണ്ണും പൂട്ടി അടിച്ചതാണ് അയാളുടെ രാഷ്ട്രീയം. നമ്മൾ അംഗീകരിക്കുന്നില്ല, പക്ഷേ നാട്ടിൽ അലഞ്ഞു നടന്നതിന്റെ സിദ്ധി അയാൾക്കുണ്ട്. അത് അയാളുടെ രാഷ്ട്രീയത്തിന്റെ അല്ല, അയാൾ പറയുന്ന രാഷ്ട്രീയത്തിനെതിരായുള്ള രാഷ്ട്രീയത്തിന്റെ സിദ്ധിയാണത്. ഗുജറാത്തിയിൽ തെണ്ടി നടന്നതിന്റെ ബലം അയാൾക്കുണ്ട് വ്യക്തി എന്നുള്ള നിലക്ക്. അയാൾ അതിനെതിരാ പറയുന്നുള്ള നമ്മുടെ വിമർശനം അല്ലേ? അത് മൻമോഹൻ സിംഗിനെയും ഇദ്ദേഹത്തെ തമ്മിൽ താരതമ്യം ചെയ്താൽ മതി. അത് വേൾഡ് ബാങ്ക് ആണ്, ഇത് ചായക്കടയാണ്. അപ്പോ
ചായക്കട വേൾഡ് ബാങ്കിനെ തോൽപ്പിച്ചു. നമ്മൾ ഈ ആമയും മൊയിലും പന്തയം വെച്ചു എന്ന് പറഞ്ഞ പോലെ. എവിടെ പോയി ഈ സാധനങ്ങളൊക്കെ? ലോക നേതാക്കന്മാർക്ക് കമ എന്ന് പറയാൻ അയാൾ ഹിന്ദിയിൽ പറയുന്നു, ഇനി ട്രാൻസ്ലേറ്റർ വെക്കുന്നു. ഞാൻ മോദിയെ വാഴ്ത്തുകയല്ല, പക്ഷേ അത് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. ഗുജറാത്തി വിദ്യാലയം എന്ന് പറഞ്ഞ സാധനമുണ്ട് അവിടെ, ഗാന്ധി സ്ഥാപിച്ച. 1916 ഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം നടത്തിയ പ്രസംഗം ബനാറസ് ഹിന്ദു സർവകലാശാലയിലാണ്. ആ പ്രസംഗം കേട്ടിരുന്ന ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോയി, വൈസ്രോയി ഉൾപ്പെടെ. ആ പ്രസംഗം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം മാതൃഭാഷയിലാകണം എന്നാണ് പ്രസംഗിച്ചത്. അവശേഷിച്ച ഒരാളുടെ പേരാണ് വിനോബ ഭാവെ, സദസ്സിലുണ്ടായിരുന്ന ആൾ. ഭൂദാന പ്രസ്ഥാനം പിന്നെ അങ്ങനെ പോകുന്നു. അവിടെ തുടങ്ങിയാണ് ഗാന്ധിയുടെ. അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ അറിയാം, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. 1920 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ വരുന്നത്. 28 നെഹ്റു കമ്മിറ്റി വരുന്നത്. 48 ഡോക്ടർ രാധാകൃഷ്ണന്റെ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം മാതൃഭാഷയിലാകണം എന്ന് പറയുന്നത്. കൊത്താരി കമ്മീഷൻ ഒക്കെ നമുക്കറിയാം. അതിനുവേണ്ടിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത്. ഇതിനുവേണ്ടി സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. അതിൽ ഏറ്റവും വലിയ സംഭാവന കൊടുത്തത് ശാസ്ത്രായുധ പരിഷത്താണ്. നേരത്തെ ഗണേഷ് പറയാൻ ശ്രമിച്ചു. 1970 MP പരമേശ്വരനെ പോലുള്ള ആളുകൾ ഇടപെട്ട് MSc ക്ലാസ്സിനെ പറ്റിയ പുസ്തകങ്ങളെ തപ്പി നോക്കൂ. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് MSc ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളാണ് ഉണ്ടാക്കിയത്. മൗലിക കൃതികളാണ് വിവർത്തനം ചെയ്തത്. ഹൈസൻബർഗിന്റെ, നിങ്ങൾ അറിയോ കാര്യം, വെർണർ ഹൈസൻബർഗിന്റെ പരമാണു സിദ്ധാന്തം മലയാളത്തിൽ കിട്ടും. ഞാനത് മനസ്സിലാക്കിയ മദ്രാസ് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് അവിടെ എലിയും കൂറയും ഒക്കെ നടക്കുന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിന്റെ പിന്നാലെ ചെന്നതാണ്. അപ്പോൾ നിൽക്കുന്നു പരമാണു സിദ്ധാന്തം അവിടെ. 1962 കേരളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ടത്, ആരും അറിഞ്ഞിട്ടില്ല. സർ ജെയിംസ് ജീൻസിന്റെ ദ മിസ്റ്റീരിയസ് യൂണിവേഴ്സ്, ഞാൻ സയൻസ് വിദ്യാർത്ഥിയാണ്, BSc മാത്സ് കഴിഞ്ഞിട്ടാണ് മലയാളത്തിലേക്ക് പോയത്. ഞാൻ അത് തപ്പിപ്പിടിക്കാൻ വേണ്ടി മാത്തമാറ്റിക്സ് ലൈബ്രറി ചെന്നിട്ട് തപ്പിപ്പിടിച്ചിട്ട് കൊല്ലങ്ങൾക്ക് ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അത്ഭുത പ്രപഞ്ചം മലയാളത്തിൽ വിവർത്തനമുണ്ട്. ആലോചിക്കണം. 1957 EMSന്റെ ഗവൺമെന്റ് ചുമതലയേൽക്കുമ്പോൾ ഒന്നാമത് വെച്ച ഒരു ഡിമാൻഡ് എന്താണെന്നറിയോ? കേരളത്തിൽ മലയാളത്തിന് വേണ്ടി ഒരു ലെക്സിക്കൻ ഉണ്ടാക്കും, വിജ്ഞാനകോശം ഉണ്ടാക്കുന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞില്ല. ഇനി ഞാൻ എൻ്റെ 20 മിനിറ്റിൽ ഞാൻ ഇപ്പോൾ 40 ആയി ശ്രമിച്ചു. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. കാശ്മീർ പ്രശ്നത്തിന്റെ അടിസ്ഥാനം, ഞാനിതിന് പുറത്തേക്ക് കിടക്കുന്നത്, കാശ്മീർ പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഭാഷാ പ്രശ്നമാണ്. നമ്മളത് ആരും പറയില്ല, കാരണം യൂറോപ്യന്മാർക്ക് അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. 1947 മുതൽ 56 വരെയുള്ള ഇന്ത്യ ചരിത്രം യൂറോപ്പിന്റെ 3 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് തുല്യമാണ്. കാരണം ഒരു ഭാഷാ ദേശീയതയായിട്ട് ഒരു സമൂഹം, ആധുനിക സമൂഹം ഭാഷാ സമൂഹമാകുന്നതിന്റെ ഘട്ടമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. സംയുക്ത മഹാരാഷ്ട്രക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ജയിലിൽ കിടന്ന ആളുടെ പേരാണ് AK ഗോപാലൻ. അവിടെ അതറിയുന്നില്ല നമ്മൾ. കാശ്മീർ എന്ന് പറയുന്ന സാധനം മുസ്ലിം നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ആദ്യം ഷെയ്ഖ് അബ്ദുള്ള ഉണ്ടാക്കിയത്. അലിഗഡ് സർവകലാശാല എന്ന് വന്നിട്ട് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി, മുസ്ലിങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു, അങ്ങനെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതോടുകൂടി അദ്ദേഹവും ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. മുസ്ലിം നാഷണൽ കോൺഫറൻസിന്റെ പേര് മാറ്റി നാഷണൽ കോൺഫറൻസ് ആയി. നോക്കൂ. എന്നിട്ട് അവർ വെച്ച മുദ്രാവാക്യം കാശ്മീരി എന്ന് പറയുന്ന ഭാഷയ്ക്ക് വേണ്ടി, അവരുടെ മാനിഫെസ്റ്റോ നെറ്റിൽ നോക്കിയാൽ കാണാം, കാശ്മീരി ഭാഷയ്ക്ക് വേണ്ടി ആണ് അവരുടെ സമരം തുടങ്ങുന്നത്. കാശ്മീരി അക്കാഡമിയെ കുറിച്ച് അവർ സങ്കല്പിച്ചു. 1947 അവർ 2ആക്കി പിരിഞ്ഞു. നിങ്ങൾ കാശ്മീരികളല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളാണെന്ന് പഠിപ്പിച്ചു. അവിടെയാണ് കാശ്മീർ പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് കാശ്മീരിൽ കാശ്മീരി ഭാഷയിൽ ഒരു പത്രം പോലുമില്ല. ആലോചിക്കണം. കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും കേരള കൗമുദിയും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളം? കൊളോണിയൽ ഭാഷ്യങ്ങൾക്കനുസരിച്ച് നീക്കുന്ന ഒരു ജനതയായി മാറും. അതായി പായി കഴിഞ്ഞത്. ഇതൊന്നും ആരും പഠിച്ചിട്ടില്ല, പഠിക്കാൻ യൂറോപ്പിന് സാധ്യമല്ല. കാരണം യൂറോപ്പ് ഈ കണ്ട ഇംഗ്ലണ്ടിന്റെ ആ അധീശത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ മർദ്ദകരായി മാറിയതാണ്. മർദ്ദിതരായ അനുഭവം അവർക്കില്ല. നിങ്ങൾ ബ്രാഹ്മണ്യത്തിൽ നിന്നൊരു ദളിതവാദം വരുന്നതുവരെ കാത്തുനിന്നാൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് യൂറോപ്പിൽ നിന്ന് ഭാഷാ ജനാധിപത്യത്തിന്റെ പുസ്തകങ്ങൾ കാത്തുനിന്ന ബുദ്ധിജീവികൾ കേൾക്കാൻ പോകുന്നില്ല. ഞാൻ കുറെ തപ്പി നോക്കി കേട്ടോ, ദെറിതയോ ഫൂക്കോയോ ലക്കാനോ മാതൃഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോന്ന്. കാരണം ഇത് പറഞ്ഞാൽ കേരളത്തിൽ ക്ലിക്കാവും. കഷ്ടത്തിന് അവരെല്ലാം അധിനിവേശ ഭാഷയുടെ ആളുകളാണ്. വീട്ടി മട്ടുതിരിപ്പാടിന് വേണ്ടിയാണോ കാത്തു നിൽക്കേണ്ട, അയ്യങ്കാളിക്ക് വേണ്ടിയാണോ കാത്തു നിൽക്കേണ്ടത്? ദളിത് സമരം നടത്താൻ വേണ്ടി വീട്ടിൽ വലിയ കാര്യം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. യൂറോപ്യന്മാരും ഒരുപാട് കാര്യം ചെയ്തു. അത് അയ്യങ്കാളിയിൽ തുടങ്ങണം. 1918 പ്രജാസഭയിൽ അയ്യങ്കാളി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്നറിയോ? ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മാധ്യമമായതുകൊണ്ട് ഒരു ഘട്ടത്തിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. 935 സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, കേരളം ജനാധിപത്യവൽക്കരിക്കപ്പെടണമെങ്കിൽ ഭരണം, കോടതി, വിദ്യാഭ്യാസം മാതൃഭാഷയിലാകണം. കീഴാള നവോത്ഥാനം അവന്റെ തലക്കുന്നേരിയ കത്തിവെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയെ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അല്ലേ,
നവോത്ഥാന സദസ്സുകളൊന്നും നമ്മൾ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഇന്ത്യയെ ഹിന്ദുവിന് പകരം മുസ്ലിം എന്നൊരു സാധനം തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ ആവശ്യമാവുന്ന സംശയമില്ല. ഈ കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അധികം മുന്നോട്ട് പോകാൻ സാധ്യമല്ല, എൻ്റെ അഭിപ്രായം പറയുന്നത്. ഹിന്ദുവിന് പകരം മുസ്ലിം എന്ന് വെച്ചാൽ അതാണ് ഒരു, അപ്പോൾ എവിടെയാണ് IS ഇല്ലേ, പ്രശ്നമില്ലേ? അതിന് പകരം അവിടെയാണ് മനഃശാസ്ത്രപരമായ യുക്തി വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മനഃശാസ്ത്രത്തിൽ. ഒന്നിനെ അതിൻ്റെ ഇപ്പോൾ യേസ് എന്നും നോ എന്നും പറഞ്ഞാൽ ഒരേ അർത്ഥമാണെന്നാണ് മനഃശാസ്ത്രം പറയുക. നിങ്ങൾക്ക് ഒരാളുടെ പ്രേമമുണ്ടോ എന്ന് മനഃശാസ്ത്രൻ ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞൻ ഉണ്ട് എന്ന് എഴുതുക. കാരണം അബോധത്തിൽ രണ്ടും ഒന്നാണ്. അതിന് പകരം മറ്റൊന്നുകൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് ആ രോഗം മാറുന്നത്. പ്രേമം ഒരു രോഗമെന്ന് ഞാൻ കരുതുന്നില്ല, വേറെ കാര്യം. കാമത്തെ പ്രേമമാക്കുന്നതാണ് സാഹിത്യം, അത് വേറെ മണ്ഡലമാണ്. അമ്മതൻ നെഞ്ചു ഞരമ്പിൽ കൂടി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി എന്ന് കുമാരനാശാൻ. കാമത്തെ പ്രേമമാക്കുന്നത് ഞാൻ പ്രേമിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഞാൻ കാമിക്കുന്ന സ്ത്രീ അവൾ എന്നെയും സ്നേഹിക്കണം എന്ന് ധരിക്കുമ്പോഴാണ് കാമം പ്രേമമായിട്ട് മാറുന്നത്. അതിനാണ് നളിനി ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. എൻ്റെ ഏകധനം, എൻ്റെ ജീവനം, എൻ്റെ ഭോഗമതും എൻ്റെ മോക്ഷവും എന്ന് ഗോവിന്ദചാമിയെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അയാൾ ഈ പണിയെടുക്കില്ല. അതാണ് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞത്. അതായത് EMSനോടുള്ള ചെറിയ വിയോജിപ്പ് അവിടെയാണ്. അദ്ദേഹം അന്നത്തെ കാഴ്ചപ്പാടിലുള്ള ചില മാർസിയൻ സിദ്ധാന്തത്തിൽ ചില പരിമിതി കൂടിയാണ്. അതായത് മീഡിയം ആയതുകൊണ്ട് മാത്രം ഭാഷയാകുന്നില്ല. അതുകൊണ്ട് ഗണേഷ് വളരെ സുരക്ഷിതമായി അദ്ദേഹം പറഞ്ഞല്ലോ സാഹിത്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന്. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ സാഹിത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം, അനുഭൂതി വിദ്യാഭ്യാസമാണ്. MBBS പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ ആരോഗ്യനികേതനം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവൻ ഇടവപ്പാതിക്ക് എന്താകും വില എന്ന് ചോദിച്ച പോലെ കിഡ്നിക്ക് എന്താകും വില എന്ന് ചോദിക്കും, ഇല്ലേ? കാരണം അത്ര ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സാധനമാണ് ഇത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവന് ഭൂമിയുടെ അവകാശികൾ പഠിപ്പിക്കണം നമ്മൾ പറയുന്നതിന്റെ കാര്യത. കാരണം 2 ഹെമിസ്ഫിയറിൽ ഒരു ഹെമിസ്ഫിയർ മാത്രം വളർന്നാൽ ക്യാൻസറാണ്. അതിനോടൊപ്പം അനുഭൂതിയും ചിന്തയും വികാരവും ഒന്നിച്ച് പഠിക്കണമെങ്കിൽ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ കന്നഡക്കാരൻ കന്നഡ നിർബന്ധമാക്കി. അത് കേട്ടപ്പോൾ ഞങ്ങൾ ഒരിക്കൽ വലിയ നിവേദനമായിട്ട് പോയി. അപ്പോൾ ഒരു നേതാവ് പറഞ്ഞു, എന്നാൽ പിന്നെ കന്നഡ ഇവിടെയും നമുക്ക് നിർബന്ധമാക്കാമോ? അതാണ് മലയാളം നിർബന്ധമാക്കുന്നതിന് കുഴപ്പമുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളറിയും, മലയാളം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വേണ്ടി വാദിക്കാൻ നമ്മൾ 1-ാം നമ്പറാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ഭാഷയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്ത പരിഷത്താണ് ഈ പരിഷത്തിന് മുമ്പുള്ള പരിഷത്ത്. ആ പരിഷത്ത് ഹിന്ദിയാകണം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മാധ്യമം എന്ന് പറഞ്ഞാൽ പിന്തുണച്ച പ്രസ്ഥാനം എന്ന് ആലോചിക്കണം. ഞാൻ അതിനോട് എല്ലാ ബഹുമാനവും. അതിലൊരൊറ്റ ഡിസെൻഡിങ് നോട്ടാണ് വന്നത്. വിശ്വമഹാകവി പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിൽ ആവാഹിച്ച ആധുനിക പ്രപഞ്ചത്തെ മലയാള കവിതയിൽ കൊണ്ടുവന്ന ആ വലിയ കവി ശങ്കരക്കുറുപ്പാണ് ഡിസെൻഡിങ് നോട്ട് എഴുതിയത്. ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ ചെറിയ കയ്പവല്യരെക്കുറിച്ചും അല്ലെങ്കിൽ വൈലപ്പിള്ളിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. തൻ്റെ വീട്ടുമുറ്റത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ആളുകളാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രയോഗമുണ്ട്, മാഷൊക്കെ അറിയാലോ. കെട്ടിയിട്ട് നായ വിചാരിക്കും കുന്നെല്ലാം ചോറാണ്, ഇല്ലേ മാഷ് എന്ന് പറഞ്ഞ പോലെ ഈ അന്യഭാഷ മുഴുവൻ എന്തോ വലിയൊരു സാധനമാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഹിന്ദി അതിനെയാണ് ഡിസെൻഡ് ചെയ്തത്. 965 നമ്മൾ ഇതെല്ലാം തമിഴരോട് ഒരുപാട് വിയോജിപ്പ് നമുക്കുണ്ട്. പക്ഷേ ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം നന്ദി പറയേണ്ട ഒരു കൂട്ടർ തമിഴരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ IAS പരീക്ഷ മലയാളത്തിൽ എഴുതാമെന്ന് പറഞ്ഞില്ല. ഇത് ആരുണ്ടാക്കി തന്നു? 960-കളിൽ മലയാളികൾ പറഞ്ഞത് ഒന്നുകിൽ ഹിന്ദി ആക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആക്കണം എന്നാണ്. ഇന്ത്യയിലെ 22 ഭാഷകൾ, ഇപ്പോഴുള്ള 8-ാം പട്ടികയിലെ ഭാഷകളും ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളാക്കണം. അന്ന് 18 ഭാഷകൾ ആക്കണമെന്ന് വാദിച്ച തമിഴനാണ്. 965-ൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ സമരം നടത്തി രക്തസാക്ഷികളായ ആളുകൾ അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഇന്ത്യൻ ഭാഷകൾ നിലനിൽക്കുന്നത്. നമ്മൾ അറിയേണ്ട കാര്യമാണ്. എന്നല്ല ഭാഷയുടെ രാഷ്ട്രീയം കത്തിപ്പിടിച്ചാൽ എന്താവുന്നുള്ളൊരു ഉദാഹരണം കൂടിയത് ഭക്തവത്സരത്തിന്റെ കോൺഗ്രസ് ഗവൺമെന്റിന് ശേഷം ഒരു കോൺഗ്രസ് ഗവൺമെന്റ് പിന്നീട് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നില്ല. കാരണം ഭാഷ ആവേശിച്ചു ജനങ്ങളെ. DMK ADMK ഇപ്പൊ പന്നീർസെൽവമോ മറ്റോ ഈ നിലയിലായി കാര്യം. കാരണം അത് ജനതയുടെ ഉൽപാദന ശക്തിയാണെന്ന് അവിടെ തെളിയിക്കപ്പെട്ടത്. ഗാന്ധിയൻ മൂല്യങ്ങളൊക്കെ നിൽക്കെ തന്നെ ആ നിലയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭാഷയുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെ ആഴത്തിൽ മനസ്സിലാക്കിയും ആന്തരികവൽക്കരിച്ചും മാത്രമേ നമുക്ക് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എന്തോ ഒരു അനുഷ്ഠാനം പോലെ, അല്ലേ, എന്തോ ഒരു അനുഷ്ഠാനം പോലെ മലയാളം മീഡിയത്തിൽ ചേർക്കുന്നു എന്നുള്ളതാണ്. പേടിച്ചിട്ട് അങ്ങനെയാണോ? പേടിച്ചിട്ടാണോ? അതോ വിമോചനമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ? അതോ ഒരു ഗതികേടായി മനസ്സിലാക്കിയിട്ടാണോ മക്കളെ മലയാളം മീഡിയത്തിൽ ചേർക്കുന്നത്? ഇതാ ചോദ്യം. തങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. വിവാഹ കത്തുകൾ ഇംഗ്ലീഷിലടിക്കുന്നു, ചരമക്കത്ത് മലയാളത്തിലടിക്കുന്നു. കുഴിച്ചു മൂടേണ്ടത് മലയാളം, സ്വപ്നം കാണേണ്ടത് ഇംഗ്ലീഷ്. ഇതാണ് സൂത്രവാക്യം. ഇത് തിരിച്ചു സങ്കല്പിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം. കാരണം I love you എന്ന് ഇംഗ്ലീഷിൽ
പ്രേമിച്ചിട്ട് ക്യാമ്പസിൽ കുട്ടിയെ എല്ലാം കൂടി വട്ടത്തിൽ വളച്ചെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നത് പിന്നെ തെറിയാ കേൾക്കുന്നത് പച്ച മലയാളത്തിൽ. ആദ്യം മലയാളത്തിൽ തെറി പറഞ്ഞാൽ ആൾക്ക് വേഗം അവൾ മനസ്സിലാക്കി സ്ഥലം വിട്ടോളൂ. ഇതാണ് ഞാൻ ക്യാമ്പസ് പഠനത്തിന് അനുകൂലമാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഡൈക്കോട്ടമിയായി കാണിക്കുന്നത്. അതുകൊണ്ടാണ് VK ആദർശ് പറഞ്ഞു, അത് ഇനി ഐ ലവ് യു എന്ന് പറയണ്ട, ഞാൻ നീ പ്രേമെന്ന് പറയാം, ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊരു വാക്ക് VK ആദർശ് നമ്മുടെ വിക്കി ഇതിൻ്റെയൊക്കെ ആൾ IT ആക്കി തീർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളമാണ് എൻ്റെ കുട്ടികളെ വിശ്വപൗരന്മാരാക്കുന്നത്. പൊതുവിദ്യാലയത്തെയാണ് ഞാൻ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് വിളിക്കുന്നത്. എൻ്റെ കുട്ടികൾ രണ്ടും പഠിച്ചത് ഇന്റർനാഷണൽ സ്കൂളിലാണ്. അതിൻ്റെ പേര് കോട്ടപ്പറമ്പ് മാപ്പിള LP സ്കൂൾ എന്നാണ്. കാരണം എൻ്റെ നാട്ടിലെ പുഴുക്കളെ, ചെടികളെ, ജീവികളെ, പട്ടികളെ എല്ലാം എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ സൗഹൃദം സൂക്ഷിച്ച് അവൾ വളർന്നത് ആ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് അഭിമാനമുണ്ട്, അവർക്കും അഭിമാനമുണ്ട്. എൻ്റെ ഒരു മകന് ഡൽഹി സർവകലാശാല പരീക്ഷയിൽ ഈ ഇന്ത്യക്കാർ കണ്ട ആളുകളെ തോൽപ്പിച്ച് 1ാം റാങ്കിലാണ് അവർ അവിടുത്തെ പ്രവേശന പരീക്ഷയിൽ വന്നതെന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ എന്നല്ല, ഒരു കാര്യം കൂടെ പറയാം, അവൻ മലയാളം BA പഠിച്ചത്, ആത്മഹത്യാ കോഴ്സാണ്. കേരളത്തിൽ 3 അന്ധവിശ്വാസമാണ് ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ: മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഇംഗ്ലീഷ് മീഡിയം. ഭൂതം, പ്രേതം, പിശാച്. ഇതിനെ ഉച്ചാടനം ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം. എഞ്ചിനീയറിംഗ് പോകേണ്ടവർ പോയിക്കോട്ടെ, അതിന് നമ്മൾ തടയേണ്ടതില്ല. മെഡിസിന് പോകേണ്ടവർ പോയിക്കൊള്ളട്ടെ. പോകണ്ടാത്തവനെ കൊണ്ടുപോയിട്ടാണ് അവന് വട്ടളകുന്നത്, അവൻ ചികിത്സിച്ച ആളുകൾക്കും വട്ടളകുന്നത്. അപ്പോൾ ആസൂത്രണത്തെ സംബന്ധിച്ച് ആ കാഴ്ചപ്പാട് ഇതൊക്കെയാണ്. അല്ല, ഭാഷ മാത്രമല്ല അത്. ഭാഷ എന്ന് പറയുമ്പോൾ വലിയ ജനായത്തവൽക്കരണത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആധുനിക വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞു നിർത്താം, സമയം പോകും, നമ്മൾ നാട്ടുകാരെക്കാളും ഒന്നും കൂടി മെച്ചപ്പെട്ട ആളുകളാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ശ്രമിക്കുന്നത്. അല്ലേ? ആലോചിച്ചാൽ ഇത് കൊളോണിയലിസം നമ്മളെ പഠിപ്പിച്ചൊരു സാധനമാണ്. അതുകൊണ്ട് ഗ്രാമസേവകൻ എന്നുള്ള അപമാനകരമായ പേര് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ യഹോവേ എന്നും, പകരം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന മനോഹരമായ ഒരു പേര് തരണമേ എന്ന് വാദിച്ച ആളുകളാണ് മലയാളികൾ. എന്താ വലിപ്പം? മനഃശാസ്ത്രപരം മാത്രം, ശമ്പളമൊന്നും കൂടിയിട്ടില്ല, അലവൻസ് കൂടിയിട്ടില്ല, ഒന്നും കൂടിയിട്ടില്ല. പക്ഷേ സ്വത്വത്തിനൊരു പെരുക്കം വന്നു. നിങ്ങളെക്കാൾ, അതാണ് അവിടെ മനഃശാസ്ത്രം വീണ്ടും വരുന്നത്. ആത്മാനം, ഇൻഫ്ലേഷൻ നിങ്ങളെക്കാൾ വലുതാണ്, വിശ്വരൂപം കാണിക്കുകയാണ്. അർജുനന്റെ മുമ്പിൽ പറഞ്ഞു തോറ്റിട്ട് അവസാനം കൃഷ്ണൻ ചെയ്തത് വിശ്വരൂപം കാണിക്കലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ കാണിച്ചാൽ വിശ്വരൂപം കാണിക്കാമെന്ന അർത്ഥം. സാധാരണക്കാർക്ക് തുല്യരാണ് ഞാൻ എന്നോ, സാധാരണക്കാർക്ക് സർവീസ് എന്നുള്ള വാക്കായി അവരുപയോഗിക്കുന്നത്. നമ്മൾ സേവനം എന്നാണ് ഉപയോഗിക്കേണ്ടത്. പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നുള്ള, അല്ല, മുഖ്യമന്ത്രി എന്നുള്ള വാക്കൊക്കെ രാജകീയ ചിഹ്നങ്ങളാണ്. പ്രധാന സേവകൻ അല്ലെ, നമുക്ക് മാറ്റണ്ട ജനാധിപത്യം വന്നാൽ. അങ്ങനെയൊക്കെ സർവീസ് എന്നുള്ള വാക്കാണ്. രാജ്യസേവകൻ എന്നാണ് സത്യത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ വന്നാലേ ആനുഭൂതികമായി എന്തായി പണിയെന്ന് മനസ്സിലാവുള്ളൂ. സർവീസ് എന്ന് പറയുന്നതോടുകൂടി സേവന പേരെങ്കിലും മേലെ കയറി നിൽക്കില്ല നമ്മൾ കരുതുന്നത്. മഹാത്മാഗാന്ധി ഒരു വാക്യം പറഞ്ഞു. ആ വാക്യം ഇതാണ്: മറ്റുള്ളവരിൽ അസൂയാർഹമായ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഹിംസയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു വാക്യം ലോകത്തിൽ ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, മഹാത്മാഗാന്ധി മാത്രം. ഗാന്ധിയോട് ഒരുപാട് വിമർശനം എനിക്കുണ്ട്. ഇതാ ജനാധിപത്യത്തിന്റെ പാടാണ്. മറ്റുള്ളവരിൽ അസൂയ, അത് പൊതുവിദ്യാലയം ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യാണ്. മറ്റുള്ളവരിൽ അസൂയാർഹം എന്ന് പറഞ്ഞാൽ സർപ്ലസ് എന്നർത്ഥം. ഇമോഷണലി നിങ്ങളൊരു സർപ്ലസ് വാല്യൂ കൈകാര്യം ചെയ്യുന്ന അർത്ഥം. അതിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം. മറ്റുള്ളവരെക്കാൾ വലുപ്പം എനിക്കുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഈഗോവിൻ്റെ വലുപ്പപ്പെടുത്തലിൻ്റെ പേരാണ് ഇംഗ്ലീഷ്. മറ്റുള്ളവർക്ക് തുല്യരാണ് ഞാൻ എന്നുള്ള വിനയത്തിൻ്റെ പേരാണ് മലയാളം. ഇതാണ് അതിൻ്റെ സദാചാരം, ഇതാണ് അതിൻ്റെ ധാർമ്മികത, ഇതാണ് അതിൻ്റെ നൈതികത. ആ നൈതികത ഉള്ള ആളുകൾ പൊതുമാധ്യമത്തിൽ കുട്ടികളെ പഠിപ്പിക്കും, മാതൃഭാഷാ മാധ്യമത്തിൽ കുട്ടികളെ പഠിപ്പിക്കും. അങ്ങനെയാണ് തങ്ങളുടെ കുട്ടികൾ വളരണം എന്ന് കരുതുന്നെങ്കിൽ, മറ്റുള്ളവനെ തോൽപ്പിച്ചിട്ട് അവരെക്കാൾ വലിയ ആളുകളാണെന്ന് സ്ഥാപിക്കലാണ് ഉദ്ദേശ്യമെങ്കിൽ മറ്റൊന്നിൽ ചേർക്കും. ഇത് പഠിച്ചുകൊണ്ട് തന്നെ എത്രയും ഭാഷ പഠിക്കട്ടെ, എത്രയും വിജ്ഞാനങ്ങൾ നേടട്ടെ. ഗണേഷ് പറഞ്ഞ പോലെ നമ്മളെല്ലാം തന്നെ ഇംഗ്ലീഷിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്. അന്യഭാഷാബ്ദിയിൽ ആണ്ടാണ്ട് മുങ്ങുന്ന ധന്യരെ നിങ്ങൾ തൻ വേലപാഴിൽ മാത്രം എന്താ പറഞ്ഞത്, എങ്ങനെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്ന് ആർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായിൽ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇംഗ്ലീഷിലോ എവിടുന്നോ എത്രയും വിവരങ്ങൾ ശേഖരിക്കൂ, ആ ശേഖരം മുഴുവൻ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞില്ല വള്ളത്തോളിൻ്റെ അവസാനത്തെ ഒരു എപ്പോൾ വരേക്കുമില്ല ഏവർതൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമൊന്നും, അപ്പോൾ വരേക്ക് അവരാവതില്ലാത്തവർ, അപ്രഫുല്ലാശയർ, അപ്രശസ്തർ. ഇത്രയും വലിയ നിർവചനം മാതൃഭാഷയെക്കുറിച്ച് ലോകത്തിൽ ഒരു ചിന്തകനും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ വള്ളത്തോളിന് ഇംഗ്ലീഷ് അറിയുമായിരുന്നില്ല. എപ്പോൾ വരേക്കുമില്ല ഏവർതൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പും ഒന്നും, അപ്പോൾ വരേക്കവർ ആവതില്ലാത്തവർ, അപ്രഫുല്ലാശർ, മനസ്സ് വികസിക്കാത്തവർ, അപ്രശസ്തർ.
എന്ന് മനസ്സിലാക്കിയതാണ്. ടാവൂർ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്ന് കേരളത്തിൽ ഒരാളെ കണ്ടു. ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ്, ഒരു കുഗ്രാമവാസിയാണ്. അയാളുടെ പേരാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, ഇത്ര ചൈതന്യവത്തായ ഒരു വ്യക്തിത്വത്തെ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചൈതന്യം നശിപ്പിച്ചത് ഇംഗ്ലീഷ് മീഡിയമാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. നാരായണ ഗുരു, ഞാനത് വെറുതെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാണ്. അപ്പോൾ വിശ്വപൗരത്വം എന്ന് പറയുന്നത് ഒരു ഭാഷയാണ് തെറ്റിദ്ധരിച്ചുകൂടാ. ഏകഭാഷാലോകം അവസാനിച്ചിരിക്കുന്നു എന്നും ബഹുഭാഷാ ലോകമാണ് പുതിയ ലോകം എന്ന് ഇന്റർനെറ്റ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇന്ന് ഏത് ഭാഷയിലെ കൃതിയും ഇപ്പോൾ ഒരു സെക്കൻഡിനകം വിവർത്തനം ചെയ്യാവുന്ന അവസ്ഥ വന്നു. പൊതുവിദ്യാഭ്യാസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഗൂഗിൾ വിവർത്തനം ചെയ്യുക എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അതിന്റെ പ്രോബബിലിറ്റി വർദ്ധിപ്പിച്ച് 100-നോട് അടുപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ആ നിലയിൽ ഇന്ന് ലോക ഭാഷ എന്നുള്ള കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ ആരെങ്കിലും സംഗതി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവർ പൊന്നു തമ്പുരാന്റെ നാട്ടിലാണ്, കാലത്താണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ള സമരത്തിൽ നിന്നാണ് ആധുനിക കേരളം രൂപീകരിച്ചത്. തിരുവിതാംകൂറിനെ കേരളമാക്കിയ സമരമാണത്. എന്നതുപോലെ അമേരിക്കൻ കേന്ദ്രിതമായ, യൂറോ കേന്ദ്രിതമായ ഒരു ലോകമല്ല, എല്ലാവരും കേന്ദ്രമായ ബഹുദേശീയതകളുടെ ലോകം. പ്രാദേശികതയിലേക്ക് തിരിച്ചു പോക്കല്ല, എല്ലാ പ്രാദേശികതകളുടെയും ലോക ജനാധിപത്യത്തെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതിന്റെ പേര് സാർവലൗകികത, മറ്റതിന്റെ പേര് ഗ്ലോബലൈസേഷൻ. ഒന്ന് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, മറ്റത് അന്തർദേശീയവൽക്കരണം. അന്തർദേശീയവൽക്കരണം ബഹുസംസ്കാരികമാണ്, ബഹുഭാഷാപരമാണ്. ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം ഏകഭാഷാപരമാണ്, ഏകദേശീയതാപരമാണ്, ഏക സംസ്കാരപരമാണ്. അതുകൊണ്ടാണ് ആഗോളവൽക്കരണവും ഹിന്ദുത്വവും ഒന്നിച്ചു പോകുന്നത്. എല്ലാം ഏകമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ പുരോഗതി മാത്രമല്ല, സാംസ്കാരിക പുരോഗതി മാത്രമല്ല, ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയമായ വെല്ലുവിളി നേരിടണം എങ്കിൽ പോലും ബഹുഭാഷാപരമായ ഒരു ഇന്ത്യയെ സങ്കല്പിക്കാൻ കഴിയണം. 1947-56 കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ തുടർച്ചയായി 70-ൽ പരിഷത്തൊക്കെ പ്രവർത്തിച്ചത്, ആ കാഴ്ചപ്പാടിലേക്ക് ഊർജ്ജം സംഭരിച്ചുകൊണ്ട് കേരളപ്പിറവിയുടെ ഈ 60-ാം വാർഷികത്തിൽ ഒരു നവയൗവനം, ഒരു കായകൽപ്പ ചികിത്സ കേരളത്തിന് കൊടുക്കാൻ ശാസ്ത്രാഹിത്യ പരിഷത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു.